ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, വികസന മുരടിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനകീയമായിട്ടുള്ള ഒരു സംവാദം. ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, പൊതുജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഏവർക്കും സ്വാഗതം. പോരാട്ടം 2025 ജനപ്രതിനിധികളെ നമ്മൾ പരിചയപ്പെടുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ, സ്വാഗതം. LDF പ്രതിനിധി പത്മനാഭൻ, വേദിയിലേക്ക് സ്വാഗതം. BJP പ്രതിനിധി മഞ്ജു സുരേഷ്, സ്വാഗതം. UDF പ്രതിനിധി ജിജി നാഗമറ്റം, സ്വാഗതം. പ്രസിഡന്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഈ ഒരു 5 വർഷക്കാലം അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിന് നിങ്ങളുടെ ഭരണം കൊണ്ട് എന്തൊക്കെ നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ആദ്യം തന്നെ നമ്മുടെ ഈ 5 വർഷ കാലയളവിൽ ഇന്ന് ഈ അവസാന നിമിഷത്തിൽ ഇവിടെ ഒരു സംവാദ ചർച്ചയിലേക്ക് എത്തിയ ദൃശ്യ ന്യൂസിന് എല്ലാവിധ ആശംസകളും പറയുന്നു. അതോടൊപ്പം ഈ ഭരണസമിതി 2020 ഡിസംബർ 21 അധികാരത്തിലേക്ക്, ആ സമയത്ത് കോവിഡിൻ്റെ ഒരു തീവ്രമായ ഒരു പ്രസരമായിരുന്നു. എങ്കിലും 20 മെമ്പർമാരും ചേർന്ന് നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ആയിട്ടുള്ള രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി ഫണ്ട് വക മാറ്റി വെച്ചുകൊണ്ട് തന്നെ 3 ആംബുലൻസ് പഞ്ചായത്തിലിടുകയും സർവീസ് നടത്തുകയും, അതുപോലെ തന്നെ കോവിഡ് സെൻറ്റർ രൂപീകരിക്കുകയും, അതുപോലെ തന്നെ സാമൂഹിക അടുക്കള, ഭക്ഷണം പാകം ചെയ്ത് അങ്ങനെയുള്ള രോഗികൾക്ക് എത്തിക്കുകയൊക്കെ ചെയ്ത നല്ലൊരു പ്രവർത്തനമാണ് അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത്. ഈ ഭരണസമിതി അധികാരത്തിലേക്ക് വന്നപ്പോൾ 2 വർഷക്കാലം ഈ കോവിഡിൻ്റെ ആ സമയമായതുകൊണ്ട് നമുക്ക് ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഉള്ള ആ സമയങ്ങളിൽ 2023, 24, 25 കാലയളവിൽ 3 വർഷം കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങളും, അത് ഉൽപ്പാദന മേഖലയിലാണെങ്കിലും സേവന മേഖലയിലാണെങ്കിലും പശ്ചാത്തല മേഖലയിലാണെങ്കിലും ഒത്തിരി പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. അതിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട വിശേഷമെന്ന് പറയുമ്പോൾ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ കോട്ടയം ജില്ലയിൽ ഒരു മാതൃകയായ MCF അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതിക്ക് അത് പണിയുവാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കുവാനും ആ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്ത് അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് നിൽക്കുകയാണ്. 1-ാം സ്ഥാനത്താണ്. നമ്മുടെ സെഗ്രിഗേഷൻ്റെ എന്തോ ഒരു പ്രശ്നം മൂലം നമുക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് ജില്ലയിൽ അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അത് സേവന മേഖലയിലാട്ടെ പശ്ചാത്തല മേഖലയിലാട്ടും ഒക്കെ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെട്ട് എന്തുമാത്രം വീടുകൾ വെച്ച് നൽകാനായിട്ട്? ഭവന നിർമ്മാണവുമായിട്ട് നമുക്ക് 255 വീടുകളും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അതിലിപ്പം SC പെട്ടവർക്കും അതുപോലെ തന്നെ ജനറലുമായിട്ട് ഇപ്പോൾ 50 ലക്ഷം രൂപ ഇന്നോ നാളെയായിട്ട് അത് എക്സ്പെൻഡിച്ചർ ആക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. റോഡ് വികസനം, റോഡിൻ്റെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിവരമാണ്. റോഡിൻ്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഞ്ചായത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? പശ്ചാത്തല മേഖലയ്ക്ക് നമ്മൾക്ക് ഫണ്ട് കുറവാണ് കിട്ടുന്നത്. പക്ഷേ എങ്കിലും അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിന് തനത് ഫണ്ടിൽ നിന്ന് 1,89,00,000 രൂപ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ റോഡിൻ്റേതായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഒക്കെ നമുക്ക് ടാറ് ചെയ്യാനോ അതുപോലെ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. കുടിവെള്ളം പ്രശ്നങ്ങൾ ഉണ്ടോ? അതിനുവേണ്ടി എന്തൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്? കുടിവെള്ളം നമുക്കറിയാം ഏറ്റവും ഒരു പദ്ധതി ആണ് ജൽജീവൻ മിഷൻ്റെ ഒരു പദ്ധതി. നമ്മൾ ഈ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും തന്നെ എടുത്ത്, പക്ഷേ അത് നമുക്ക് ഒരു വിജയകരം എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത് ആദ്യം എടുത്ത ഈ ജൽജീവൻ പദ്ധതി നമ്മൾ ഈ ഭരണസമിതി കയറിയപ്പോഴത്തേക്കിന് അത് ആദ്യമായിട്ട് ഈ പദ്ധതി എടുക്കുക, നമുക്ക് റീസ്റ്റോറേഷൻ എന്നുള്ളൊരു പ്രോജക്റ്റ് ഒരു തുക മാറ്റി വെക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഇല്ല, ആ പ്രൊഫഷൻ ഇല്ലായിരുന്നു. അതും പ്രകാരം ഇതിടുകയും 20 മെമ്പർമാരും വാട്ടർ അതോറിറ്റി പോയി പല പ്രാവശ്യം ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇനിയും റീസ്റ്റോറേഷൻ ചെയ്ത് വാർഡുകൾ അതുപോലെ എല്ലാ റോഡുകളും പോയി കിടക്കുന്ന അവസ്ഥയിലാണ്. അത് ചെയ്തതിന് ശേഷം മാത്രം മതി ഞങ്ങൾക്ക് വെള്ളം
എല്ലായിടത്തും എത്തിച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. ഓക്കെ, പക്ഷേ നമുക്കിപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ്, ഫണ്ട് കിട്ടാനില്ല. ഇപ്പം നബാർഡിൽ നിന്നെങ്ങാണ്ട് 4 കോടിയോളം രൂപ വായ്പ എടുക്കുവാണെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല. ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാന ഫണ്ടും കിട്ടാത്ത കാരണം കോൺട്രാക്ടർമാർ പോലും ആ ജോലി ബഹിഷ്കരിച്ച് വെച്ചിരിക്കുക. അയർക്കുന്നം പഞ്ചായത്തല്ല, എല്ലാ പഞ്ചായത്തിലും തന്നെ. നമ്മൾ ഈ ഇതുവരെ ഞാനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വാട്ടർ അതോറിറ്റിയിൽ കയറി ഇറങ്ങുക. ഇപ്പം ദിവസങ്ങളായിട്ട് നമ്മുടെ പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്ത് തീരാനുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവിലേക്ക് പോവുകയാണ്. ഈ 5 വർഷക്കാലം പ്രകടന പത്രികയിൽ പറഞ്ഞ 100% കാര്യങ്ങൾ അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം ഇവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? താങ്കൾ ഇവരുടെ ഒരു ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അയർക്കുന്നം പഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെ പ്രവർത്തനം തീർത്തും നിരാശാജനകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ മുന്നണിയുടെ അഭിപ്രായം. ഏറ്റവും പ്രധാനമായി അയർക്കുന്നം പഞ്ചായത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മ, ജീവനക്കാരുടെ ഉൾപ്പെടെ കാര്യക്ഷമതയില്ലായ്മ, അഴിമതി, ധൂർത്ത്, ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ വികസനത്തെയും വളരെ പുറകോട്ടടിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് അത് എല്ലാ പഞ്ചായത്തിലും ചെയ്യുന്നതാണ്. റോഡ് നന്നാക്കുക, സ്ട്രീറ്റ് ലൈറ്റ് ഇടുക. അതുപോലും ഇപ്പോൾ ഈ അവസാന നിമിഷത്തിലാണ് പല റോഡുകളും അവസാനം കൊണ്ടുപോയി ടാർ ചെയ്യുകയും സ്ട്രീറ്റ് ലൈറ്റ് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇന്നലെ പോലും നമ്മുടെ നീറിക്കാട് 19-ാം വാർഡിലെ സ്ട്രീറ്റ് ലൈറ്റ്, അവിടെ ഒരു SC കോളനിയുണ്ട്. കോളനിയിലെ സ്ട്രീറ്റ് ലൈറ്റിൽ 19 സ്ട്രീറ്റ് ലൈറ്റിൽ 12 എണ്ണവും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു വലിയ പരാതി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ ആണ് നമ്മുടെ അയർക്കുന്നത്തെ ഒരു പൊതുസ്ഥിതി. പൊതു ശ്മശാനം ഇല്ലാത്ത ഏക പഞ്ചായത്ത് അയർക്കുന്നം എന്ന് പറയുന്നത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പൊതു ശ്മശാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പക്ഷെ ഒരു ശവം പോലും അവിടെ മറവ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് തന്നെ. സർക്കാർ കൊടുത്ത പൈസ വെറുതെ അത് അനാവശ്യമായി ചിലവാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ, തൊട്ടിപ്പുറത്ത് നമ്മൾ ഈ കാണുമ്പോൾ കാണാം നമ്മുടെ ഒരു ടേക്ക് എ ബ്രേക്ക് സ്ഥാപനം. സർക്കാരിൻ്റെ ലക്ഷ്യം ദൂരയാത്ര പോകുന്ന ആളുകൾക്കൊന്ന് വിശ്രമിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇതിങ്ങനെ പൈസ കൊടുത്തത് ഇങ്ങനെ ഉണ്ടാക്കി. ഈ ടെമ്പോ സ്റ്റാൻഡിൽ ഇതുകൊണ്ട് വെച്ചാൽ ആരെങ്കിലും ഇവിടെ വന്ന് കയറുമോ? ആരും വന്ന് കയറത്തില്ല. അപ്പോൾ പോകുന്ന ആളുകൾ നേരെ അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഈ പൈസ മുടക്കിയത് വെറുതെ അനാവശ്യ ചിലവായി മാറി. അതിൻ്റെ ജനത്തിന് അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്കറിയാം, നമുക്ക് ഇവിടെ ഒരു പൊതു കളിസ്ഥലമുണ്ടോ? ഇല്ല. ഫിറ്റ്നസ് സെൻറ്റർ, ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഫിറ്റ്നസ് സെൻ്ററാണ്. ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടങ്ങൂർ വനിതകൾക്ക് വേണ്ടി തന്നെ ഒരു ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഫിറ്റ്നസ് സെൻ്റർ അവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ബൈപ്പാസ് റോഡ് പഞ്ചായത്തിൻ്റെ പരിധി വിടുന്നതല്ലെങ്കിൽ പോലും നമ്മുടെ MLA ആയി ബന്ധപ്പെട്ട് അതിനൊന്ന് സ്പീഡപ്പ് ചെയ്യിപ്പിക്കുന്നതിന് MLAക്കോ പഞ്ചായത്ത് ഭരണസമിതിക്കോ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് MLA ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ നമ്മുടെ ഒരു നീന്തൽക്കുളം നിർമ്മിക്കുന്നതിന് നൽകാമെന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിയുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച് ആ 40 ലക്ഷം രൂപ മേടിച്ച് നീന്തൽക്കുളം നിർമ്മിക്കുന്നതിന് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ പഞ്ചായത്തിൻ്റെ ഭരിക്കുന്ന പ്രസിഡന്റ് ശരിക്കും പറഞ്ഞാൽ UDF പ്രതിനിധിയല്ല. പ്രസിഡന്റ് സ്വതന്ത്രമായിട്ട് നിന്ന് ജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും UDFൻ്റെ പിന്തുണ കിട്ടാത്തത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നവകേരള സദസ്സും ഈ വികസന സദസ്സും. ഈ 2 കാര്യങ്ങളും അയർക്കുന്നം പഞ്ചായത്ത് തിരസ്കരിച്ചു. ഇപ്പം നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ പെട്ട മീനടം പഞ്ചായത്തിൽ വികസന സദസ്സ് ഇന്നലെ നടത്തി. അതും UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അയർക്കുന്നം പഞ്ചായത്തിൽ വികസന സദസ്സ് നടത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തൽപരയാണ്. പക്ഷേ UDFൻ്റെ ഭരണസമിതി ഭൂരിപക്ഷമുള്ള ആളുകൾ സമ്മതിക്കുന്നില്ല. നവകേരള സദസ്സ് നമുക്കറിയാം, നേരത്തെ നമ്മൾ എല്ലാ പഞ്ചായത്തിലും ഗവൺമെൻറ് നേതൃത്വത്തിൽ നടത്തിയ അയർക്കുന്നം പഞ്ചായത്ത് അത് ഏറ്റെടുത്ത് നടത്താൻ വിമുഖത കാണിച്ചു. ഭരണസമിതി മൊത്തം മാറി നിന്നു. അങ്ങനെ അയർക്കുന്നം പഞ്ചായത്തിൽ ഇപ്പോൾ ഓൺ ഫണ്ടൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ ആ ഓൺ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ആരെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കിട്ടുന്ന പൈസ ഇങ്ങനെ വീതം വെച്ച് ചെയ്യുക. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞല്ലോ MCFൻ്റെ കാര്യം. ഇപ്പം നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു, ശരി, സമ്മതിച്ചു. പക്ഷേ MCFൻ്റെ സ്ഥല ഏറ്റെടുപ്പലുമായി ബന്ധപ്പെട്ട് ഒരു ഫയൽ കഴിഞ്ഞ ദിവസം വിജിലൻസുകാർ കൊണ്ടുപോയി. അത് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതുകൊണ്ട് അതൊക്കെ മറുപടി പറയേണ്ട, ഈ പൊതുജനം കൊണ്ട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, തീർച്ചയായിട്ടും. BJP പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. ഈ 5 വർഷക്കാലം LDF പ്രതിനിധി പറയുന്നു നിരാശാജനകമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറയുന്നു. എന്താണ് BJPയുടെ ഒരു നിലപാട് ഈ 5 വർഷക്കാലത്തെ ഇവരുടെ ഭരണത്തിനോടനുബന്ധിച്ച്? BJPയുടെ പ്രതിനിധിയായിട്ട് മാത്രമല്ല, ഞാൻ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ മെമ്പർ കൂടിയാണ്. എനിക്ക് പ്രധാനമായും നമ്മുടെ പഞ്ചായത്തിനെ പറ്റി 5 വർഷത്തിനിടയിൽ ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ MCF ആണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ കമ്മീഷൻ ഫണ്ട് 74 ലക്ഷം രൂപ അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒരു MCF നമുക്ക് പണിയാനായിട്ട് സാധിച്ചു. സ്ഥലത്തിന് വിജിലൻസ് അന്വേഷണം നടക്കുന്നു പറഞ്ഞു.
അതുപോലെ ഇത് നമുക്കുള്ള പോരായ്മ, മെയിനായിട്ടുള്ള ഒരു പോരായ്മ നമ്മുടെ ജലജീവൻ പദ്ധതിയാണ്. ജലജീവൻ പദ്ധതി സംസ്ഥാനം, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ട് കൊണ്ടാണ്. അതിൽ 50% കേന്ദ്രം, 25% സംസ്ഥാനം, ബാക്കി വരുന്നത് ഗുണഭോക്താക്കളുടെ 10%, ബാക്കി 15% തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ആ ലെവലിലാണ് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കേണ്ടത്. എങ്കിൽ നമുക്കതിൻ്റെ ഒരു 20% പൂർത്തീകരണം നടത്തിയിട്ടുള്ളൂ. കാരണം അതിൻ്റെ ഒരു പ്ലാൻ വേണം നമുക്കിവിടെ. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഒരു ഭരണം എങ്ങനെയുണ്ട്? 5 വർഷക്കാലത്തെ ഭരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത് UDF-ന്റെ? ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പോരായ്മകൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ് ആ പോരായ്മകൾ എടുത്തു പറയാൻ പറ്റുമോ? പോരായ്മകൾ പ്രധാനമാണ് വാർഡിൽ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം എൻ്റെയൊക്കെ വാർഡെന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാല സമയത്ത് ഭയങ്കരമായിട്ട് കുടിവെള്ള ഭീഷണി നേരിടുന്ന വാർഡാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് വാർഡുകളുണ്ട് നമുക്ക് ഈ നമ്മുടെ പഞ്ചായത്ത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല. കാരണം ഈ ജലജീവൻ പദ്ധതിയിലൂടെയുള്ള വെള്ളം നമുക്ക് കിട്ടുന്നില്ല. അത് ഈ ആകപ്പാടെ ഞാൻ ഇവിടെ ടാപ്പുഴയെന്ന് വരുന്ന ഒരു കണക്ഷൻ നമുക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ വാർഡുകളിലേക്ക് വെള്ളം ഫോഴ്സിൽ ചെല്ലുന്നില്ല. അപ്പോൾ വേനൽക്കാലം ആകുമ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആളുകൾ. താങ്കളുടെ വാർഡിലേക്ക് വേണ്ട ഫണ്ടുകളൊക്കെ ഭരണസമിതി നൽകുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് പഞ്ചായത്ത് ഫണ്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ പഞ്ചായത്ത് ഫണ്ട് ഫുള്ളായിട്ട് ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ റോഡിൻ്റെയും വർക്കുകൾ തീർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ബ്ലോക്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ സ്ട്രീറ്റ് ലൈൻ വലിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് ആകെ. പിന്നെ MLA ഫണ്ടോ MP ഫണ്ടോ ജില്ലാ പഞ്ചായത്ത് ഫണ്ടോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ വാർഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 14-ാം വാർഡിൽ ഒരു അരിമ്പനിച്ചിറയുണ്ട്. ആ അരിമ്പനിച്ചിറയെ സംബന്ധിച്ചിടത്തോളം ഒരു മരുവത്തൂക്കുളം എന്ന് പറയുന്ന, ഇപ്പം കുളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ കുളത്തിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ, ആ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾ കാമറ്റ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഈ പറയുന്ന അരിമ്പനിച്ചിറ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 30 ലക്ഷം രൂപ ഫണ്ട് MLA ഫണ്ട് കിട്ടുവാണെങ്കിൽ ആ റോഡ് പൂർത്തീകരിച്ചാൽ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ആ വെള്ളത്തിൽ വീണു. കാരണം അതുപോലെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ്, ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഏരിയ. എനിക്ക് ഈ പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് എനിക്ക് ആ റോഡ് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ആകെ കിട്ടുന്ന 10 ലക്ഷം രൂപ ഉണ്ട്, പിന്നെ 2.5 ലക്ഷം രൂപ. ഇത് വെച്ചാണ് ഞാൻ ഈ 5 വർഷക്കാലം എൻ്റെ റോഡുകളുടെ വർക്ക് തീർത്ത്. ഈ 30 ലക്ഷം രൂപ ഞാൻ പലവട്ടം ചോദിച്ചിരുന്നതാണ്, നമുക്കത് കിട്ടിയിട്ടില്ല. അത് എനിക്ക് ഒരു പോരായ്മയായിട്ട് എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാം. ഓക്കെ, UDF പ്രതിനിധിയിലേക്ക് എത്തുന്നു. LDF പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ ഒരു അഴിമതിയും ധൂർത്തും തോന്നിവാസം അല്ലെങ്കിൽ ചെലവുകൾ. പിന്നെ പറഞ്ഞു പ്രസിഡന്റിന് കോൺഗ്രസിന്റെ പിന്തുണ ഇല്ല, പ്രസിഡന്റ് സ്വതന്ത്രയായി മത്സരിച്ച് വന്നയാളാണ്. ഇങ്ങനെ 3-4 ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യമേ തന്നെ പറയുന്നു അഴിമതി. എന്തെങ്കിലും അഴിമതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? എല്ലാവർക്കും നമസ്കാരം. ഒരു അഴിമതി ഇല്ലാത്തൊരു ഭരണസമിതിയാണ് ഈ 2020-25 വർഷം ഇവിടെ കയറിയിരിക്കുന്നത്. ഇനി അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷമായിരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് പ്രതിപക്ഷം. ഇവിടെ MCFിൻ്റെ കാര്യം പറഞ്ഞു, വിജിലൻസ് അന്വേഷണം. അത് സ്ഥലം വാങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷിക്കട്ടെ. അതിനകത്ത് ബന്ധപ്പെട്ട ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ. അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. അപ്പം കള്ളം കപ്പലിൽ തന്നെ ഉണ്ടാവും. അപ്പം അഴിമതി പുറത്തു വരും. ഞങ്ങളും പറയുന്നു വിജിലൻസ് അന്വേഷിക്കണം. എന്തെങ്കിലും ഒരുപാട് അഴിമതി ഉണ്ടെങ്കിൽ അവരെ കൈവേലങ്ങ് വെച്ചോണ്ട് പോകണം. തീർച്ചയായിട്ടും ഞങ്ങൾ മുൻപന്തി നിൽക്കും അതിന് വേണ്ടിട്ട്. UDFന്റെ പിന്തുണ ഈ പ്രസിഡന്റിന് ഇല്ല. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. UDFന്റെ പിന്തുണ ഇല്ലാതെ പ്രസിഡന്റ് ആകാൻ പറ്റുമോ? ഓക്കെ, സ്വതന്ത്രമായി മത്സരിച്ച ആളാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് പിന്തുണയില്ല, ഇവര് തമ്മിൽ ഒരു ധാരണയില്ല. പ്രതിപക്ഷത്തിന് ആരോടല്ല ധാരണയുള്ളത്? എവിടെയെങ്കിലും ധാരണയുണ്ടോ പ്രതിപക്ഷത്തിന്? ആരോട് ഒരു ധാരണയില്ല, കള്ളങ്ങൾ മാത്രം പറയുക. കഴിഞ്ഞ വർഷം ഇവിടെ എക്സ്പെൻഡിച്ചർ 100% പൂർത്തിയാക്കി. ഇതിന് മുമ്പിൽ വന്നുകൊണ്ട് ഈ പറയുന്ന മെമ്പർമാർ ഉൾപ്പെടെ, പ്രതിപക്ഷത്തിന്റെ മെമ്പർമാർ ഉൾപ്പെടെ പറഞ്ഞു ഇവിടെ ഫണ്ടൊന്നും വിനിയോഗിക്കുന്നില്ല. ഇവരെല്ലാം ഒരു മൊമെന്റോ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഏതേ ഈ 100% ഫണ്ട് വിനിയോഗിച്ചതിന് കോട്ടയം ജില്ലയിൽ നിന്ന് കിട്ടിയ മൊമെന്റോ ഈ പ്രതിപക്ഷത്തിന്റെയും വീട്ടിൽ ഇരിപ്പുണ്ട്. ഇപ്പം എല്ലാ മെമ്പർമാരുടെയും വീട്ടിൽ ഇരിപ്പുണ്ട്. എന്നിട്ടാണ് ഇവിടെ വന്ന് കുറ്റം പറയുന്നത്. ഈ രീതിയും സ്വഭാവമാണ് ഇവരുടെ. അത് പണ്ട് മുതലേ ഉള്ളതാ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, പല കാര്യങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഈ MCF പണിയാനായിട്ട് സംസ്ഥാന ഗവൺമെന്റ് വളരെ നേതൃത്വം കൊടുത്തുകൊണ്ട് മാലിന്യമുക്തമാക്കണം എന്ന് പറഞ്ഞ് കൈയടിച്ച് ഞങ്ങളെ പ്രോത്സാഹിക്കുമ്പോൾ അതിനെതിരെ നിന്നത് ഇവിടെ പന്തംകൊളുത്തി പ്രകടനം സ്ഥലം വാങ്ങാനായിട്ട് ചെന്നപ്പോൾ പന്തംകൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ വെച്ച് LDFന്റെ നേതൃത്വത്തിലാണ്. 9-ാം വാർഡില് ഇവിടെയുള്ള നേതാക്കൾ, ഈ പറയുന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള LDFന്റെ നേതാക്കന്മാർ പന്തംകൊളുത്തി പ്രകടനം, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളെ എല്ലാം പോലീസ് ഇടപെടലെ കാര്യങ്ങളെ എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ.
കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ 26 മൈൽ കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile, Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം എല്ലാം പ്രതിനിധിയോടാണ്. താങ്കൾ പറഞ്ഞൊരു അഴിമതി പറയുന്നു, അതിൽ എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ എന്താണ് വസ്തുത എന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കുമോ? ഈ MCF ബഹുമാനപ്പെട്ട നമ്മുടെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് ആദ്യം MCFൻ്റെ സ്ഥലം കണ്ടെത്താൻ ആദ്യം തുടങ്ങിയത് അയർക്കുന്നം പഞ്ചായത്ത്. പക്ഷേ മറ്റു വേറെ താല്പര്യത്തിൻ്റെ ഭാഗമായി അത് അവിടെ നിന്ന് മാറി 9-ാം വാർഡിൽ കൊണ്ടുവന്നു. 9-ാം വാർഡിൽ ഇതുപോലെ തന്നെ ജനങ്ങൾ അവിടെ സമരം ചെയ്തു. ആ സമരം ചെയ്തതിൻ്റെ ഭാഗം അവിടെ നിന്ന് മാറി 10-ാം വാർഡിൽ കൊണ്ടുവന്നു. അവിടെ ഞാൻ CPMൻ്റെ പ്രതിനിധിയും CPMൻ്റെ ഏരിയ കമ്മിറ്റി യോഗമാണ്. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ അമേന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. CPMൻ്റെ ഒരു പിന്തുണയും അവിടുത്തെ സമരത്തിനില്ലായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ നമ്മുടെ പഞ്ചായത്ത് ജോയിൻറ്റ് ഡയറക്ടർ ശ്രീ ബിനു ജോൺ, ഞങ്ങൾ വർഷങ്ങളായിട്ട് അടുത്ത പരിചയക്കാരാണ്. ആ പേഴ്സണൽ ബന്ധം ഉപയോഗപ്പെടുത്തുകൊണ്ട് അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, ഇത് ഇങ്ങനെ സമരം ചെയ്യുന്നല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു CPM അതിന് സമരത്തിലില്ല, ഇത് ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായി MCF വരേണ്ടത് ആവശ്യമാണ്.
അതിനകത്ത് അഴിമതിയോ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നും ഇതിനകത്ത് വിഷയമല്ല, ബന്ധപ്പെടുന്നില്ല. അവിടുത്തെ പ്രദേശവാസികൾ തൊട്ടടുത്ത് അയൽവാസികൾ സമരം ചെയ്തു. അത് പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല, പാർട്ടി അതിന് പിന്തുണ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് MCF ഇന്നിപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. CPM-ൻ്റെ എല്ലാവിധ സപ്പോർട്ടും അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ MCP അവിടെ വരികയല്ല സമരം ചെയ്യാനാണെങ്കിൽ. CPM-ൻ്റെ ഏതെങ്കിലും ഒരു ഉയർന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സഖാവിൻ്റെ മുഖം അവിടെ കാണിക്കാമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക, പറയട്ടെ. ഞാൻ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആണല്ലോ. ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെ MCF-ൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ പറയാമല്ലോ, ഭിന്നശേഷി കുട്ടികൾക്ക് ആനുകൂല്യം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് പൈസ കൊടുത്തു. നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ പാസ്സാക്കി കൊടുത്തോ? എല്ലാവരും കൈയടിച്ചല്ലോ. എന്താ കൈയടിക്കാത്ത? എന്താ കൊടുക്കാത്ത? ഓക്കെ, അതിനൊരു പറയട്ടെ. ലോഗിൻ ചെയ്തിരുന്നില്ലെന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മുടെ ഇത് വന്നു. അതുമായി ബന്ധപ്പെട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ KDSC ഇത് വന്നപ്പോഴത്തേക്ക്, ഈ കെ സ്മാർട്ട് വന്നതിന് ശേഷം എത്ര മാസം താമസിപ്പിച്ചിട്ടാണ് ഒരാളെ ഇവിടുന്ന് സാധനം ടാക്സ് റീഫണ്ട് ചെയ്യാനൊക്കെ പോയിരിക്കുന്നത്? എനിക്ക് അനുഭവമുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ പൈസ കൂടുതൽ അടച്ച പൈസ റീഫണ്ട് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം അവിടെ കയറി ഇറങ്ങി നടന്നു. അവസാനം ഞാൻ വെല്ലുവിളിച്ചു, ദേഷ്യപ്പെട്ടു, വഴക്കുണ്ടാക്കി സെക്ഷൻ ക്ലാർക്കിനോട്. അതിന്റെ പിറ്റേ ദിവസമാണ് പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടത്. പഞ്ചായത്ത് നടക്കുന്ന കാര്യങ്ങൾ. അതിനൊരു മറുപടിയാണ് പ്രസിഡന്റ്. ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയറിന്റെ വിഷയമായിരുന്നു, അതോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഭിന്നശേഷി കുട്ടികളുടെ ആ വിഷയം ഇപ്പോൾ സാറ് ഇവിടെ ഉന്നയിച്ച പോലെ നമുക്കറിയാം, ഇവിടെ ICDS മാറി പുതിയൊരു ICDS വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോഗിനൊക്കെ മാറുവാൻ ഇച്ചിരി താമസം വന്നു. അതുപോലെ തന്നെ KSMART ചെയ്തപ്പോൾ ഏകദേശം 93 കുട്ടികളോളം ഉണ്ട് ഈ സ്കോളർഷിപ്പ് മേടിക്കുന്നത്. അതിൽ ഈ KSMART ചെയ്യുമ്പോൾ ഇറർ കാണിക്കുന്നതുകൊണ്ട് ആ മേഡത്തിന് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ മാസം തന്നെ അവസാനം ഈ ആഴ്ച തന്നെ കൊടുത്ത് തീർത്തേക്കാവുന്നതാണ്. എല്ലാവരുടെയും ആയി ഇപ്പം ഒരു 50-53 പേരോട് ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇന്നും നാളെ ആയിട്ട് ചെയ്ത് തീർക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതുവരെ ഒരു ആർക്കും സ്കോളർഷിപ്പ് കൊടുക്കാതെ ഇരുന്നിട്ടില്ല. കറക്റ്റ് സമയത്ത് ഇന്ന പോലെ ലോഗിൻ്റെ ഒക്കെ ഒരു ഇച്ചിരി താമസവും KSMART-ന്റെ ഇററും കൊണ്ടൊക്കെയാണ് നമുക്കിത് സംഭവിച്ചത്. ഓക്കെ, മുമ്പ് പറഞ്ഞൊരു ഉത്തരത്തിൻ്റെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. താങ്കൾ സ്വതന്ത്രമായി ജയിച്ചു എന്ന് പറയുന്നു. UDF-ന്റെ എല്ലാവിധ പിന്തുണകളും പാർട്ടിയുടെ എല്ലാവിധ പിന്തുണകളും ലഭിക്കുന്നുണ്ടോ? UDF-ന്റെ എല്ലാ പിന്തുണയും നമുക്കുണ്ട്. പക്ഷേ അവർ പാർട്ടി തലത്തിൽ അവർ ചെയ്യരുത്, അല്ല ഇങ്ങനെ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഞാനൊരു UDF-ന്റെ പിന്തുണയോടെ വന്ന പ്രസിഡന്റ് ആയതുകൊണ്ട് ആ UDF എടുക്കുന്ന തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. വ്യക്തിപരമായ തീരുമാനങ്ങളല്ല, പാർട്ടിയുടെ തീരുമാനം എനിക്ക് ആ പ്രതികരിക്കാൻ, പാർട്ടിയെ പ്രതികരിച്ച് പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന MCF അത് കൊണ്ടുവരാൻ മുൻപന്തിയിൽ നിന്നത് LDF ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പന്തംകുളത്തി പ്രകടനം നടത്താതിരിക്കാൻ വേണ്ടി മുമ്പന്തിയിൽ നിന്ന് അവരാണ് പറഞ്ഞത്. നടത്താതിരിക്കാൻ വേണ്ടി. കാരണം അയർക്കുന്നം പഞ്ചായത്തിലെ ഏറ്റവും ബിഗ് പ്രൊജക്റ്റാണ് ഇത്. 1,31 ലക്ഷം രൂപ മുടക്കിയാണ് അതിൻ്റെ പൂർത്തീകരണം ചെയ്തിരിക്കുന്നത്. കാരണം കോട്ടയം ജില്ലയിൽ ഇതുപോലെ ഒരു MCF വേറെ ഇല്ല കോട്ടയം ജില്ലയിൽ. അതാണ് കാരണം 1 കോടി സ്ഥലം എടുക്കുന്നതിന് തന്നെ അതിനുവേണ്ടി ചിലവാക്കിയത് 31,47,807 രൂപ. അതുപോലെ തന്നെ ഇതേ കിടക്കുന്ന വണ്ടി ഒരെണ്ണം, ഒന്നാന്തരം ബൊലോറോ പിക്കപ്പ് 9,89,382 രൂപ മുടക്കി മേടിച്ചു. ഇതൊന്നും കൂടെ പിന്നെ വെയിങ് മെഷീന്, അതുപോലെ കൺവെയിൻമെൻറ്റ് ബെൽറ്റ് എല്ലാം ഇങ്ങനെ സൗകര്യങ്ങളോട് കൂടിയ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി. അതുതന്നെ പല സ്ഥലത്തും MCF പണിതിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഹരിതകർമ്മസേനയ്ക്ക് അവർക്കൊരു ടോയ്ലറ്റ് പോലും ഇല്ല. നമ്മൾ 2-3 ടോയ്ലറ്റ് അവർക്ക് കൊടുത്തു. അവരുടെ ഡ്രസ് ചേഞ്ചിന് ഓഫീസ് അവർക്ക് തന്നെയായിട്ട് വേറൊരു ഘട്ടം തന്നെ പണിതിട്ടുണ്ട്. അപ്പോൾ അത്യാധുനിക രീതിയിൽ പണിതിരിക്കുന്ന ഇന്നത്തെ പത്രം മനോരമ പത്രത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതുപോലെയുള്ള സംവിധാനം ഏറ്റവും ബിഗ് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1,31,54,807 രൂപ മുടക്കി ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി പാടുപെട്ടു. കാരണം ഞങ്ങളിവിടെ കയറിയപ്പോൾ മുതൽ ഒരു MCF എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ വാടക കെട്ടിടത്തിൽ ആദ്യം ഒരു മെമ്പറുടെ വീട്ടിൽ പ്രവർത്തിച്ചു. അതിനുശേഷം വേറെ ഒരു 3000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വാടകയ്ക്ക് എടുത്ത് പ്രവർത്തിച്ചു. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് മാലിന്യമുക്തം നമുക്കറിയാം, ഡംപ് ചെയ്ത മാലിന്യങ്ങളായിരുന്നു മുഴുവൻ പല സ്ഥലങ്ങളിൽ കൂടിയിരിക്കുന്നത്. ഇപ്പം ഇത് നമ്മുടെ ഹരിതകർമ്മസേനയുടെ ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 100% കവറേജ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. അതാണ് 100%. ഇപ്പോൾ ഇവിടെ ഈ വഴിയോരങ്ങളിലോ ഒന്നും മാലിന്യമില്ല, ഒന്നുമില്ല. ആ രീതിയിലേക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ഞങ്ങൾ എല്ലാ നമ്മുടെ ഭരണ സംവിധാനങ്ങളും മുഴുവൻ ഉപയോഗിച്ചു മുന്നോട്ട് പോകാനുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരുന്നു 1-2 നീന്തൽക്കുളം AS ആയി കിടക്കുന്നു. നീന്തൽക്കുളം 40 ലക്ഷം രൂപ മുടക്കി MLA തന്നിരിക്കുന്നതാണ്. അതിനകത്ത് മഡ് ചെളി മാറ്റണം. അതോടൊപ്പം തന്നെ അത് യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി നീന്തൽക്കുളം ആക്കി മാറ്റാൻ സ്റ്റെപ്പെല്ലാം കെട്ടി അത് ബ്ലോക്ക് പഞ്ചായത്തിൽ അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒന്നുകൂടെ വരാം. പ്രസിഡന്റിലേക്ക് കൂടെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. ചില ആരോപണങ്ങൾ ഉണ്ട്. അതിനുള്ളൊരു മറുപടി പ്രസിഡന്റിന്റെ ഭരണത്തിലാണ് പഞ്ചായത്ത് പോകുന്നത്. ആ ആരോപണങ്ങൾക്ക് ഒരു മറുപടി. LDF-ന്റെ പ്രതിനിധിയായിട്ട് പത്മനാഭൻ സാർ ഇവിടെ സൂചിപ്പിച്ച 3-4 കാര്യമുണ്ട്. സാർ ആദ്യമേ സൂചിപ്പിച്ച അഴിമതിയുടെ കാര്യം ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ MCF-ന്റെ. ഞാൻ അയർക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ 5 വർഷക്കാലമായിട്ട് ഒരു അഴിമതിയുടെ കറ എൻ്റെ നേരയിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം ആർക്കെങ്കിലും.
പക്ഷേ വിജിലൻസ് ഓഫീസിൽ എന്നോട് സ്റ്റാഫ് പറഞ്ഞു 2 ആഴ്ച മുന്നേ ഈ സ്ഥലം മേടിച്ചുമായിട്ട് വിജിലൻസ് പഞ്ചായത്തിൽ കയറി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു അഴിമതി ഈ ഭരണസമിതിയിൽ ആരൊക്കെ ഇതിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കറിയാം. ഞാനടക്കം എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റ് മെമ്പർമാരും ഒക്കെ ഉണ്ട്. അവരാരും തന്നെ ഒരു ഭരണസമിതിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യമാണ്. ഇതാരാണെന്നുള്ളത് അത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെളിയിൽ വരും. അതിനുള്ള എല്ലാ നടപടികളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകണം. പിന്നെ ഇവിടെ സാർ പറഞ്ഞു, ഇവിടെ ജീവനക്കാർ നമ്മുടെ അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് കാലാവർഷങ്ങളായിട്ട് UDFൻ്റെ പഞ്ചായത്താണ്. ഇവിടെ പല ഭരണസമിതിയിലും പല പ്രാവശ്യവും ഞാനടക്കമുള്ള പ്രസിഡന്റുമാരൊക്കെ കയറുമ്പോഴും അവർ ഈ LD ക്ലർക്കിൻ്റെ ആ സ്റ്റാഫിൻ്റെ കൂടുതൽ പഞ്ചായത്തിലോട്ട് വെക്കണമെന്ന് അപേക്ഷ കൊടുക്കുകയും ഡയറക്ടറേറ്റിലൊക്കെ ഞാൻ അവിടെ കൊടുക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ ഇത് UDFൻ്റെ പഞ്ചായത്തിൽ ഈ ഭരണസമിതിയിൽ ഞാൻ കൊടുത്താണ്. പക്ഷേ UDFൻ്റെ പഞ്ചായത്തിലോട്ടാകുമ്പം ഇത് സ്റ്റാഫിനെ കൂടുതൽ നിയമിക്കാനായിട്ട് അവർ തരുന്നില്ല. അതൊരു രാഷ്ട്രീയ ചായ്വ് വെച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ സാർ സൂചിപ്പിച്ചത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഞങ്ങൾ കയറിയ ഉടനെ സർക്കാരിൻ്റെ ഒരു 100 ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിലാവെന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ഏറ്റവും ഇത് പിടിച്ച ഒരു പദ്ധതിയാണ് ഞങ്ങളത് ഏറ്റെടുത്തത്. നമുക്കറിയത്തില്ലായിരുന്നു ആദ്യം കയറി വന്നപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി എയും എല്ലാം കൂടെ പറഞ്ഞ ഇതിൽ നമ്മളത് ചെയ്തു. പക്ഷേ 4000 ബൾബിന് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു 2500 ബൾബോ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രതിസന്ധി കാരണം ഞങ്ങൾ എല്ലാ വാർഡിലും 20, നമുക്കറിയാം ഇവിടെ ഏറ്റവും ഏരിയ കൂടുതലും പോപ്പുലേഷൻ ഉള്ളതും 20 വാർഡുമുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ ആ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് നിലാവിൻ്റെ ബൾബ് കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് വേറെ ഫണ്ട് വെച്ചാണ്ട് ഒരു 6 ലക്ഷം രൂപ 8 ലക്ഷം രൂപ മെയിൻ്റനൻസിനൂടെ കൂട്ടി വെച്ച് ഇപ്പോൾ വേറെ ഒരു കരാറുകാരനെ കൊണ്ട് ബൾബ് നമ്മൾ 20 വോൾട്ടിൻ്റെ മേടിച്ച് എല്ലാ വാർഡുകളിലും അത് ഇടുകയാണ്. അതുപോലെ തന്നെ സാർ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ പൊതു ശ്മശാനം. അത് കഴിഞ്ഞ ഭരണസമിതി അതിൽ 8 ലക്ഷം രൂപ എടുത്ത് അത് പണിയുകയും 3 സെല്ലോടുകൂടി പണിയുകയും ഈ ഭരണസമിതി ഒരു 2 ലക്ഷം രൂപ വെച്ചത് മെയിൻ്റനൻസ് ചെയ്യുകയും ചെയ്തു. പക്ഷെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ, അതായത് ദഹിപ്പിക്കുന്നതും കല്ലറ ശ്മശാനമായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പൊല്യൂഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അത് ഇന്നോ നാളെ ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഉടൻ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതെൻ്റെ എല്ലാം അതൊന്നും ഈ പഞ്ചായത്തിലെ പൊതു ശ്മശാനം വെറുതെ കാട് പിടിച്ച് കിടക്കാനോ അത് നടക്കാതിരിക്കാനോ ഈ പഞ്ചായത്ത്. ഇനി നമുക്ക് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് തേടാനുള്ളത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ജനപ്രതിനിധികളോട് ചോദിക്കാനായിട്ട് സാധിക്കും. ആരാണ് ആദ്യം ചോദിക്കുന്നത്? ചോദിക്കാനുള്ളത് ഓക്കെ, ആരോടാണ് ചോദിക്കാനുള്ളത്? ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു മെമ്പർ കൂടാണ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടാണ്. ഓക്കെ, സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പേ പറഞ്ഞു 19-ാം വാർഡിലെ 14 ബൾബ് അല്ലേ സാറേ? 14 ബൾബിൽ 12 ബൾബേ കത്തുന്നുള്ളൂ. 12 ബൾബേ കത്തുന്നുള്ളൂ. 12 ബൾബേ കത്തുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഈ ചാനലുകാർക്ക് സമയമുണ്ടെങ്കിൽ ആ കോളനി ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. ആ കോളനി വരെ ഒന്ന് വന്നാൽ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവും. ഇപ്പം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ മുൻകാല ക്രമീകരണങ്ങളല്ല, പക്ഷേ ഈ പഞ്ചായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എല്ലാ പോസ്റ്റുകളിലും തന്നെ എല്ലാ വാർഡുകളിലെയും ഒരു 90% പോസ്റ്റുകളിലും ബൾബ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ മഴക്കാലമാകുമ്പോൾ 1-2 ബൾബ് പോയി എന്നിരിക്കാം. അത് സ്വാഭാവികമായിട്ട് പോകുന്നതാണ്. സ്വാഭാവികമല്ലാതെ ബൾബിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ചിട്ടിട്ട് അത് ബൾബ് പോയതാണ് എന്ന് സ്ഥാപിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആർക്കാണ്? പഞ്ചായത്ത് മെമ്പറിൻ്റെ പേരിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ അതെ, അതുകൊണ്ടാണ് ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വന്നാൽ മതി. ആ ആരോപണം തെളിയിച്ചു തരാം. കാരണം പോസ്റ്റിൽ നിന്ന് ഈ ബൾബിന് കൊടുത്തിരിക്കുന്ന കണക്ഷൻ്റെ ഒരു വയർ കട്ട് ചെയ്തിട്ടാൽ ആ ബൾബ് കത്തും. അങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒന്ന് രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെടുന്ന 12 ബൾബ് കത്തുകയും 3 ബൾബ് കത്താതിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. 12 ബൾബ് കത്തുകയും 3 ബൾബ് കത്താതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു, അതായത് സാറല്ല അതിന് മുൻപേ ഉന്നയിച്ച വ്യക്തി, അതിന് തലേ ദിവസം വരെ ബൾബുകൾ കത്തിക്കൊണ്ടിരുന്നിടത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മിനി മാച്ച് ലൈറ്റ് അവിടെ വരികയുണ്ടായി. അത് ആ കോളനിയുമായി ബന്ധപ്പെട്ട് കോളനിക്കുള്ളിലേക്ക് വന്നാണ്. അപ്പോൾ അത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളും ബ്ലോക്ക് മെമ്പറുമായിട്ടൊരു തർക്കമുണ്ടായി.
തർക്കം മറ്റൊന്നുമില്ല. ഈ 2 പോസ്റ്റിനിടയ്ക്ക് ഈ 2 പോസ്റ്റിൽ ബൾബ് കത്തുമ്പോൾ എന്തിനാണ് ഇതിനിടയ്ക്ക് കൊണ്ടുപോയി ഈ മിനി മാച്ച് സ്ഥാപിക്കുന്നത്? അത് അല്പം കൂടി അപ്പുറത്തേക്ക് മാറി, അത് 10 മീറ്റർ കൂടെ മാറ്റിയാൽ ഒരു വളവുണ്ട്, അവിടെ സ്ഥാപിച്ചു കൂടെ എന്നൊരു ചോദ്യം ഉണ്ടായി. 2 ദിവസത്തേക്കിന് അവിടെ കുഴിയെടുത്ത കുഴി പോലെ അവിടെ ഇട്ടിരിക്കുകയായിരുന്നു മിനി മാച്ചിന് വേണ്ടി. അപ്പോൾ അതിനുശേഷം അന്ന് രാത്രി മുതലാണ് ഈ പറയപ്പെടുന്ന 2 ബൾബ് കത്താതെ കിടക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ കോളനിക്കുള്ളിൽ 3 ബൾബാണ് കത്താതെ ഉള്ളത്. അത് ഓർക്കണം, എല്ലാ പോസ്റ്റുകളിലും ബൾബ് ഉള്ളപ്പോൾ അതിനിടയ്ക്കുള്ള 3 ബൾബാണ് അവിടെ കത്താതെ കിടക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ. നമുക്കറിയാം ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇന്ന് കയറി നോക്കിയാൽ അറിയാം, ഞങ്ങളുടെ 21 വാർഡുള്ള പഞ്ചായത്തിൽ എത്ര ക്ലർക്കുമാരുണ്ട് എന്നറിയാം. ആ ക്ലർക്കുമാരെക്കാൾ ഉപരി അതിനകത്ത് എത്ര പുതിയ ആൾക്കാരുണ്ടെന്നറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ ക്ലർക്കുമാരെ മാറ്റി ഇവിടേക്ക് തന്നിട്ട് ആ ക്ലർക്കുമാർ അവധിയെടുത്ത് പോകുമ്പോൾ ഈ ക്ലർക്ക് ഇരിക്കേണ്ട കസേരയിൽ ആരായിരിക്കുന്നത്? അവിടെ കസേര ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഞ്ചായത്തിന് മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില സംഭവങ്ങളായിട്ട് മാറുകയാണ്. ഇത് സർക്കാരിന്റെ കയ്യിലുള്ള മോശമാണ്, സർക്കാർ ചെയ്യുന്ന അത് മാത്രമാണ് പറയാം. ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് ഇതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് വരാം. ആ ഒരു ആരോപണങ്ങളുണ്ട്. അതിൽ ആരോപണമാണ് ലൈറ്റ് ഇടുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ബൾബിന്റെ കറണ്ട് നിഷേധിച്ചു എന്ന് പറയുന്നു. ഹൈമാസ് ലൈറ്റ് വെക്കേണ്ടവരത്തല്ല, വെക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള കുറച്ച് ആരോപണങ്ങൾ, അതിനുള്ള ഒരു മറുപടി ഇവിടെ. ഹൈമാസ് ലൈറ്റ് ഫിക്സ് ചെയ്യുന്നതൊക്കെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ താല്പര്യപ്രകാരം അവരതൊരു തടസ്സമൊന്നും ആരും, പാർട്ടി എന്നല്ലേ ഞങ്ങളാരും തടസ്സം ഉന്നയിക്കാറില്ല. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളത് CPM-ൻ്റെ ഒരു ആരോപണമല്ല കേട്ടോ. അവിടുത്തെ BJP-യുടെ ഒരു കക്ഷിയുണ്ട്, അനിൽകുമാർ. ഞാൻ പറയട്ടെ. അനിൽകുമാർ പറഞ്ഞാൽ ഉടനെ ഞാൻ ഇവിടെ വന്ന് പറയുന്ന ആളുമല്ല. ഞാൻ അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറോടും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയോടും അന്വേഷിച്ച് ആ പറഞ്ഞത് 100% ശരിയാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആക്ഷേപം ഇവിടെ ഉന്നയിച്ചത്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ കിട്ടായിരിക്കും. ഞാൻ പറഞ്ഞു നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ജൈനിൻ്റെ പോരായ്മയാണെന്നല്ല പറഞ്ഞത്. അല്ല, SC കോളനിക്കകത്ത് ആളുകൾക്ക് സന്ധ്യ കഴിഞ്ഞാൽ നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു. അതാണ് അതിനകത്തെ കാര്യം. പിന്നെ MCF-മായി ബന്ധപ്പെട്ട് MCF-നകത്ത് അഴിമതി ഉണ്ടെന്ന് ഞാനല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. MCF-നകത്ത് അഴിമതി ഉണ്ട് എന്ന്, സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി ഉണ്ട് എന്നും പറഞ്ഞ് വിജിലൻസുകാർ ഫയൽ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അത് അന്വേഷിക്കേണ്ടത് വിജിലൻസുകാരല്ലേ? പക്ഷേ MCF എന്ന് പറഞ്ഞ സ്ഥാപനം അവിടെ 10-ാം വാർഡിൽ നിന്ന് ഇപ്പോൾ നടപ്പിലാക്കുന്നത് CPM-ൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. യാതൊരു സംശയം വേണ്ട. CPM പിന്തുണച്ചില്ലെങ്കിൽ അവിടെ വരികയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ജി നാഗപറ്റത്തിൻ്റെ വാർഡിലോ 9-ാം വാർഡിലോ വരണ്ടായിരുന്നോ? പണ്ടേ വന്നില്ലല്ലോ. എന്തുകൊണ്ട് മാറിപ്പോയി? അവിടെയും ഇത് തന്നെയാണ് ഗതി. അതെ, അപ്പോൾ ആൾക്കാർ ശക്തമായിട്ട് നിന്നു, പറ്റത്തില്ലെന്ന് പറഞ്ഞു. പ്രാദേശികമായി സമരത്തിന് CPM പിന്തുണ കൊടുത്തില്ല. മൈക്കിലോ ഞാൻ പറഞ്ഞേ. സർക്കാരിന്റെ പരിപാടിയായാലും പഞ്ചായത്തിന്റെ പരിപാടിയായാലും ജനപ്രദമായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പിന്തുണ കൊടുക്കും. LDF പിന്തുണ കൊടുക്കും, യാതൊരു സംശയം വേണ്ട. ഇപ്പം പ്രസിഡന്റിന് പിന്തുണ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ട പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് നടത്താമെന്ന് പറഞ്ഞു വികസന സദസ്സ്. പിന്നെയാണെന്ന് നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? വികസന സദസ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കാര്യം മാത്രമല്ല പറയേണ്ടത്. ഈ പഞ്ചായത്തിൽ 5 വർഷം നടന്ന കാര്യങ്ങളും വികസന സദസ്സിൽ പറയാം. എന്തുകൊണ്ട് മീനടം പഞ്ചായത്ത് നടത്തി, നിങ്ങൾ നടത്തിയില്ല? അതാ ഞാൻ പറഞ്ഞത്. പ്രസിഡന്റ് താല്പര്യം ഉണ്ടെങ്കിലും UDF-ന്റെ ഭൂരിപക്ഷം മെമ്പർമാരും അതിനൊരു മറുപടി പ്രസിഡന്റ് പറയാനുള്ളത്. വികസന സദസ്സ് എന്ന് നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതോ നടത്തുന്നില്ലയോ എന്നുള്ളതാണ്. വികസന സദസ്സ് UDF-ന്റെ ഒരു പഞ്ചായത്തിലും നടത്താൻ പറ്റത്തില്ലെന്ന് അവിടെ നേതൃത്വം, അവരുടെ UDF-ന്റെ നേതൃത്വത്തിൽ നിന്ന് അതിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതും പ്രകാരം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വികസന സദസ്സ് നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഓക്കെ, അടുത്ത ആൾ ചോദിക്കാനുള്ള ചോദ്യം തരാം. ചോദിച്ചു. 5-ാം വാർഡിലെ MCF വന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക ആൾക്കാരല്ല ഇതിനെതിരെ നിന്നത്. പ്രതിപക്ഷത്തിന്റെ ചില പ്രേരണയാൽ കുറെ ആൾക്കാരെ ഇളക്കി ബഹളം ഉണ്ടാക്കിയതാണ്. പക്ഷെ അവർ പറയുന്നത് അവർ പിന്തുണച്ചിട്ടുള്ളൂ, അവരുടെ പിന്തുണയോട് കൂടിയാണ് MCF വന്നതാണ്. ഇവരറിയണമെന്നില്ല, വേറെ ആൾക്കാരുണ്ട്, പ്രതിപക്ഷത്തിന്റെ വേറെ ആൾക്കാരുണ്ട്. അവർ ഇതിനെ ഇളക്കി വിട്ടു, പ്രശ്നം ഉണ്ടാക്കി, അതൊക്കെ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ഞങ്ങളെല്ലാം താല്പര്യമാണ് ഇവിടെ വരാൻ. പക്ഷെ ഇത് നടന്നില്ല. പിന്നെ ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാലേ ഈ റോഡുകൾ മോശം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഫണ്ട് കൊടുക്കണം. ഇവിടെ റോഡ് മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുക. പൊതുജനത്തിന് വെള്ളം കൊടുക്കാതെ പറഞ്ഞ് റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് ഒരു ഫണ്ട് കൊടുക്കുകയല്ല. ഇവർ മുഴുവൻ കക്കണം മാത്രമേ ഇവർക്ക് ആഗ്രഹമുള്ളൂ. സംസ്ഥാനത്തിന് വിഹിതം കൊടുക്കട്ടെ, അല്ലാതെ വല്ലതും നടക്കുമോ? കേന്ദ്രം ഇവിടെ കെട്ടിവെച്ചിരിക്കുക മൊത്തം, പക്ഷേ സംസ്ഥാനം കൊടുക്കുക. അവർക്ക് ഇത് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് മേടിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനായിട്ട് BJP-ക്ക് സാധിക്കുന്നുണ്ടോ?
കേന്ദ്ര ഫണ്ട് ഓൾറെഡി എത്തിയിട്ടുള്ളതാണ്. പക്ഷേ നമുക്കത് വിനിയോഗിക്കാൻ സാധിക്കത്തില്ലാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. മറ്റു പഞ്ചായത്തുകളിൽ ഇപ്പം പള്ളിക്കത്തോട് അങ്ങനെയുള്ള ബാക്കിയുള്ള ഇപ്പം മണ്ണർകാടാണെങ്കിലും ഏകദേശം പദ്ധതി ഒരു പരിധി വരെയെങ്കിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യം പറയാനായിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ആരോടാണ് ചോദിക്കുന്നത്? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ CPMൻ്റെ പത്മനാഭൻ സാർ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരുവാണ്. പഞ്ചായത്തിലെ ജീവനക്കാരുടെ കൊടും കാര്യസ്ഥത. അതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒറ്റ കുഴപ്പമാണ്. കാരണം കാലാകാലങ്ങളിൽ ഇവിടുന്ന് ജീവനക്കാരെ മാറ്റുന്നു,
പകരം ഇങ്ങോട്ട് വിടുന്നത്, ഞാൻ ജീവനക്കാരെ കുറ്റം പറയുമല്ല, ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും കൊള്ളുവേലാത്ത ആൾക്കാരെ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതി മോശമായ ആൾക്കാരെയാണ് ഈ പഞ്ചായത്ത്. നമ്മൾ പഞ്ചായത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്, ഓഫീസിന് മുമ്പിലാണ് നിൽക്കുന്നത്. ആ ഓഫീസിന് കാര്യം പറയുന്ന അതെ, ഞാൻ ജീവനക്കാരെ കുറ്റം പറയുമല്ല. ഇപ്പം പപ്പനാഭൻ സാർ പറഞ്ഞ മറുപടി പറയുക, കൊടും കാര്യസാധ്യത എന്ന് പറയാനുള്ള കാരണം ഇതാണ്. എവിടെയും കൊള്ളുവല്ലാത്ത ജീവനക്കാരെ മാത്രമാണ് ഇങ്ങോട്ട് വിടുന്നത്. രണ്ടാമത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ പോയാൽ പട്ടി കുറച്ചാൽ പടി തുറക്കും. ഞങ്ങൾ പല സ്ഥാപനങ്ങളിലും തിരുവനന്തപുരം പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരാളെ കിട്ടുന്നില്ല. ഇപ്പം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ്, നമ്മുടെ എനർജി അവിടെ നോക്കണം, എല്ലായിടത്തും ഇവിടുന്ന് ഇപ്പം ജീവനക്കാരെയെല്ലാം ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പം പരിപാടികൾ നടക്കേണ്ട സമയമാണ്, ആ സമയത്ത് ജീവനക്കാരില്ല. ഇന്ന് പൊതുമരാമത്ത് വകുപ്പിൽ ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്തിൽ ഇതുപോലെ വർക്ക് നടന്ന ഒരു പഞ്ചായത്തുമില്ല. 60% ടെൻഡർ ചെയ്തു പണി നടന്നതിൽ അതിൽ 80% പണി തീർന്നു, വഴികളുടെ പണി തീർന്നു. പിന്നെ രണ്ടാമത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജലജീവൻ മിഷന്റെ കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്ന് ഇവരാണ് ഭരിക്കുന്നത്. അവർക്കതിന് മുൻകൈയെടുത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അല്ലെങ്കിൽ മന്ത്രിയോ കണ്ട് ഇവിടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയില്ലേ? എന്തുകൊണ്ട് നടക്കുന്നില്ല? അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം, പൂവത്തുമൂട് ആറാട്ടുകടവ് 2 അമ്പലത്തിലെ ആറാട്ട് വന്ന് കുളിക്കുന്ന സ്ഥലമാണ്. അത് ചാണ്ടിയുമ്മൻ MLA 17 ലക്ഷം രൂപ തന്ന് അത് പണി പൂർത്തീകരിച്ചു, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പം അതിന് പാർട്ടിക്കാരുൾപ്പെടെ വിവരാവകാശം ചോദിച്ചിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ടെങ്കിൽ അവരെ പോട്ടെ, ഞാൻ അതിനെ വെല്ലുവിളിക്കുന്നു. പാർട്ടിയുടെ നിലപാടെന്താണ്? ഒരു മിനിറ്റ് അവിടെ ഒരു മറുപടി പറഞ്ഞതിന് ശേഷം, ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ജീവനക്കാരെ മാറ്റുന്നു, ആവശ്യമില്ലാത്തവരെയാണ് ഇവിടെ എത്തിക്കുന്നത് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ചേട്ടൻ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ സർക്കാർ ജീവനക്കാരുടെ ഒരു പ്രതിനിധി കൂടിയായിരുന്നു, നേരത്തെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. സർക്കാർ ജീവനക്കാരുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിന് നോംസ് ഉണ്ട്. ഒരു സ്റ്റേഷനിൽ 3 വർഷം കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന സ്ഥലത്തേക്ക് കൊടുക്കണം. ആ നോംസ് വിരുദ്ധമായി ഒരു സ്ഥലമാറ്റവും നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നില്ല, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വരുന്ന ഭരണാധികാരി, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അതിനെ നിയന്ത്രിക്കുന്ന ആളുകളും എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ജീവനക്കാരുടെ പ്രതികരണവും അവരുടെ പ്രവർത്തനവും. ഞാൻ പറഞ്ഞല്ലോ, കെ-സ്മാർട്ട് വഴി നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ നേരത്തെ ഇരുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു വീട് നമ്പരിടിയിൽ നമ്മുടെ ലൈസാമ്മ ബാബു, അവരുടെ ഭർത്താവ് ഇവിടെ ഒരു 6 or 7 പ്രാവശ്യം വന്ന് കയറി. അവസാനം ഞാൻ നേരിട്ട് വന്ന് സെക്ഷൻ ക്ലാർക്കിനോട് ഒച്ചപ്പാടും ബഹളം വെച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് ആ വീടിന് നമ്പർ ഇട്ട് കൊടുത്തത്. അത് സെക്ഷൻ ക്ലാർക്കിൻ്റെ കുഴപ്പമെന്ന് പറയാൻ പറ്റുന്നില്ല, അയാളെ കുഴപ്പമാണ്, അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ. നമ്മുടെ ഗവൺമെൻറ്റാണ് ഇത്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്, പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതികളും അവരാണ് ആ ജീവനക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കേണ്ടത്. കാര്യക്ഷമത ഇല്ലാത്ത ജീവനക്കാരുണ്ട്, അവരെ മാറ്റാം. ഇവിടെ ഇപ്പം അയർക്കുന്നം പഞ്ചായത്തിലുള്ള എല്ലാ പഞ്ചായത്തിലും ജീവനക്കാരുടെ എണ്ണത്തിന് നോംസ് ഉണ്ട്. നോംസ് അനുസരിച്ചാണ് ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ PWD ആയി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ആശയവും ഇല്ലാത്തൊരു ജീവനക്കാരിയുണ്ട് ഇവിടെ. ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിയമത്തിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റാണ്. ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന ഒരു വകുപ്പാണ് PWD ഈ LSDD ഒക്കെ. പക്ഷേ അവിടെ അവരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് 100% അഭിപ്രായമുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അഴിമതി ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥയാണ്. അയർക്കുന്നം പഞ്ചായത്തിൽ തന്നെ അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥ വേറെ ഇല്ലേ? വേറെ ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെ അഴിമതിക്കാരാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ അറിവിലില്ല. ജീവനക്കാർ കാര്യക്ഷമതയില്ല. ഒരു കാര്യത്തിൽ ഒരാൾ വന്നാൽ 7 ദിവസം 8 ദിവസം നടന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേസ്മാർട്ട് വന്നതോടുകൂടി സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് അപേക്ഷ എഴുതി കൊടുക്കും. പ്രത്യേകിച്ച് പഞ്ചായത്തിലേക്ക് വരുന്ന സ്ത്രീകളാണ്, പാവപ്പെട്ട ആൾക്കാർ, സ്ത്രീകളാണ് ഭർത്താക്കന്മാർ പറഞ്ഞു വിടുള്ളൂ. അവർക്ക് ഞങ്ങൾ അപേക്ഷ എഴുതി കൊടുത്ത് 5 രൂപയുടെ സ്റ്റാമ്പ് പൊട്ടിച്ചൊരു അപേക്ഷ കൊടുത്താൽ അവരുടെ പരാതി പഞ്ചായത്തിൽ കൈക്കൊള്ളും. ഇപ്പം കേസ്മാർട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ 60 രൂപ 70 രൂപ 80 രൂപ മുടക്കിയാണ് ഒരു ചെറിയ പരാതി പോലും സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നേരെ എവിടെ ചെയ്തോ അങ്ങോട്ട് തിരിച്ചു വിടും. പിന്നെയും ഒരാഴ്ച സമയമെടുക്കും. കേസ്മാർട്ട് വന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? അടുത്ത ചോദ്യം ആരാണ് ചോദിക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്
ഈ അയർക്കുന്നം മൈക്ക് അടുപ്പിച്ച് പിടിച്ചോ. അയർക്കുന്നം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി നാളെ ഇതുവരെ UDF ഭരണമാണ്. ഈ UDF ഭരണത്തിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെ വന്നാലും ഒരു 95% വരെ വികസനം കൊണ്ടുപോകും. അതേത് നിലയിലാണേലും അവർക്കതറിയാം. അവരെങ്ങനെ ഭരണത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ഭരണത്തിൽ വികസനം കൊണ്ടുവരും. പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ജലജീവൻ. ഈ പദ്ധതിയുടെ പേര് കൊള്ളാം, ജലമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക്, ഞങ്ങൾ 5 വീടുണ്ട്, ആ 5 വീട്ടിലേക്കും ജലജീവൻ്റെ പൈപ്പ് ഇട്ടിട്ടാണ് 3 വർഷത്തോളമായി. ആ ജീവൻ കിട്ടുന്ന ആ സാധനം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ജലം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ കുഴിഞ്ഞു പറഞ്ഞു കിടക്കുക. അതൊന്നും നികത്താനും ആരുമില്ല. പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ളത്, ഈ പാമ്പാടി മുതൽ കിഴക്കൻ മേഖലയിൽ നിന്നും മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു പാലം പണിയാനായിട്ട് പാറക്കാട്ടിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അതിന് ആദ്യത്തെ ഫണ്ട് അനുവദിച്ച് സൈഡ് കെട്ടി 4-5 തൂണും പണിതിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ MLA ആയിട്ടൊക്കെ പല പ്രാവശ്യം നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പാലം ഒന്ന് പണിത് കാണണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഈ വഴിയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത പ്രാവശ്യം UDF വരും നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അതിനുള്ള സംശയിക്കുന്നത്, അത് ഉറപ്പല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഈ പാലം കിട്ടുന്നുണ്ട്. സന്തോഷത്തിൽ ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആ പാലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പാലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും? പ്രസിഡന്റിനോടാണ്. അദ്ദേഹം പറഞ്ഞൊരു പാലമുണ്ട്, അത് പഞ്ചായത്ത് നോക്കിയാൽ നടക്കത്തില്ലെന്നറിയാം. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പോടുകൂടിയൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തിന് പാലം ഒന്ന് പണിത് കാണണം എന്നുള്ളതാണ്. പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുമല്ലോ. ഇനി സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര ഫണ്ടോ വെച്ച് മാത്രം നമുക്കത് എങ്കിലും നടപടിക്രമങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. അടുത്ത ചോദ്യം ആരോടാണ്? ഞാൻ പ്രധാനമായിട്ടും പ്രസിഡന്റ് പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം കിട്ടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴാണെന്നുള്ള കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എൻ്റെ UDF അനുകൂലികളായ ആളുകൾക്ക് വരെ ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് 5 വർഷത്തെ കാലത്തെ വികസന കാര്യങ്ങളാണ്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രാമപ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർച്ചയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു വികസന സമൂഹമായിട്ട് നമ്മളതിനെ കാണുന്നത്. ഇവിടെ നമുക്ക് അയർക്കുന്നത്ത് മഹാത്മാഗാന്ധി നഗർ എന്നൊരു കോളനിയുണ്ട്. കുറേ വീടുകൾ അവിടെ അധിവസിക്കുന്നുണ്ട്. ഇവിടെ വികസന സദസ്സിലെല്ലാം ഒരു തവണ ഞാൻ തന്നെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യമാണ്. മഴക്കാലം ജൂൺ ജൂലൈ മാസമായി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. അതുങ്ങളെല്ലാവരും ഈ അയർക്കുന്നം LP സ്കൂളിലേക്ക് കുടിയേറുന്നു. ഒരാഴ്ച 1.5 ആഴ്ച ഇവിടെ ക്യാമ്പ് ചെയ്തതിന് ശേഷം വീണ്ടും തിരികെ പോകുന്നു. അതിനുശേഷം തുലാമഴ വരുമ്പോൾ ഇതേ പ്രതിഭാസം തന്നെ വീണ്ടും ഉണ്ടാകുന്നു. അവർ തിരികെ വീണ്ടും അവിടെ വരുന്നു. അപ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് അധിവസിക്കുന്നതിനുള്ള ഒരു കാര്യത്തെപ്പറ്റി അയർക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ ഭരണസമിതി ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു വിഷയം എന്ന നിലയ്ക്ക് ചർച്ച ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നടപടികളുമായിട്ട് സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഒന്ന് വ്യക്തമാക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ അയർക്കുന്നം പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ പുളിഞ്ചോട്, ആറുമാനൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ വലിയ ഭീഷണി അവിടെ നിലനിൽക്കുന്നു. ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പാർക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് അവിടെ ആ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനാവശ്യമായ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിൽ പഞ്ചായത്ത് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ ജൽജീവനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ജൽജീവനുമായിട്ട് ബന്ധപ്പെട്ട് ട്രെഞ്ച് വെട്ടി അതിനുശേഷം ഇവിടുത്തെ റോഡുകളാകെ താറുമാറായി. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജൽജീവൻ പ്രൊജക്റ്റ് ഇവിടെ വരുമ്പോൾ ഇത് ട്രെഞ്ച് വെട്ടി പൈപ്പിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിനുള്ള ഫണ്ട് കൂടി അലോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്ന പെശക്. ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അയർക്കുന്നം പഞ്ചായത്തിലെ ജൽജീവനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ട്രെഞ്ചുകൾ അത് മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഫണ്ട് കൂടി കൂട്ടി
എസ്റ്റിമേറ്റ് എടുക്കാൻ കഴിയാതെ പോയതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ റോഡുകൾ മുഴുവൻ മറുപടി പ്രസിഡന്റ്. അവരുടെ മഴക്കാലത്ത് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളുകളിൽ താമസിക്കുന്നെന്ന് പറയുന്നു. അതിനുവേണ്ടി എന്ത് നടപടി എടുക്കാനായിട്ട് സാധിക്കും? ജോസേട്ടൻ ഇവിടെ ഉന്നയിച്ച വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ കാര്യം ഇവിടെ ആദ്യം പറഞ്ഞു. നമുക്കറിയാം, നമുക്ക് ഈ ഫണ്ട് കിട്ടുമ്പോൾ, വികസന ഫണ്ട് കിട്ടുമ്പോൾ 3 മേഖലയ്ക്കും കൂടെ മാറ്റി വെച്ചുകൊണ്ടാണ്. അതിലുപരിയായിട്ട് ആ 3 മേഖലയ്ക്കും കിട്ടുന്ന ഫണ്ട് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പശ്ചാത്തല മേഖലയിലുള്ള റോഡിനാണെങ്കിൽ ആ കിട്ടുന്ന ഒരു മെമ്പറിൻ്റെ മെയിൻ്റനൻസ് ഫണ്ടെന്ന് കിട്ടുന്ന 10 ലക്ഷം രൂപയാണ്. ഒരു ഫ്രഷ് റോഡിന് കിട്ടുന്ന 2.5 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അത് ഈ 20 വാർഡിനും മറ്റുള്ള പഞ്ചായത്തിലെ പോലെയല്ല. നമ്മൾ ഭരണസമിതിയിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഏത് ഫണ്ടാണേലും എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മൾ നാളിതുവരെ പോകുന്നത്. അന്നേരം നമ്മൾ തനത് ഫണ്ട്, ഞാൻ പറഞ്ഞ പോലെ 1,89,00,000 തനത് ഫണ്ട് കൂടെ ഇട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഈ റോഡിൻ്റെയും കൂടെ, അന്നേരം ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിലും കൂടുതൽ നമ്മൾ തനത് ഫണ്ട് എടുത്താണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ജോസിയേട്ടൻ പറഞ്ഞു നമ്മുടെ കോളനിയിൽ, ആ കോളനി വിഷയമായിട്ടുകൊണ്ട് നമുക്കറിയാം, നമുക്ക് അവർ താമസിക്കുന്നില്ല, വെള്ളം പൊങ്ങുന്നതിലും ഒക്കെ ഒത്തിരി പ്രയാസമുണ്ട്. പക്ഷേ ഞാനും ആ വാർഡ് മെമ്പറും അടക്കമുള്ളവർ വർഷങ്ങളായിട്ട് നമ്മൾ വകുപ്പ് മന്ത്രിയെ കാണുകയും അവർക്കുള്ള നിവേദനം എല്ലാവരെയും ഒപ്പിടിപ്പിക്കും. ഈ ഭരണസമിതിയിൽ ഇരുന്ന കാലത്തും നമ്മളത് കൊടുത്തു. നമുക്കറിയാം, പഞ്ചായത്തിനെ സംബന്ധിച്ച് ഫണ്ട് അവർക്കൊരു സ്ഥലം മേടിച്ച് വെച്ചെങ്കിലും നമുക്ക് ആ വീട് വെക്കാനുള്ള ഒരു ഫണ്ട് നമുക്ക് സർക്കാരിൻ്റെയും കൂടെ വേറെ ഫണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അന്നിരുന്ന മന്ത്രിക്ക് ഈ നിവേദനം കൊടുക്കുകയും ചെയ്യും. ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇവിടുന്ന് പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി MLA കൊടുത്തുകൊണ്ട് ഈ ബഡ്ജറ്റിൽ വെച്ചു. ബഡ്ജറ്റിൽ വെറും ഒരു ടോക്കൺ മാത്രമാണ് വെച്ചിരിക്കുന്നത്. വെറും ഒരു ടോക്കൺ. ഇവിടെ 5 കോടി രൂപ ബൈപ്പാസിന് വെച്ചു. അതല്ലാതെ വേറെ ഒന്നുകൂടെ വെച്ചിരിക്കുന്നത് അമീനൂർ മഹാത്മാഗാന്ധി കോളനിക്ക് ഞങ്ങൾ പറഞ്ഞു സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് സ്ഥലം മേടിച്ച് കെട്ടിടം പണിത് കൊടുക്കാനായിട്ട്. അപ്പം ഇതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്ന സമയത്ത് ഇവരെ വന്ന് കാണുകയും ഇവർക്ക് ഫ്ലാറ്റ് അവിടെ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് അവർ പറഞ്ഞ തീരുമാനം ഇതാണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇച്ചിരി വെള്ളം അടിക്കുന്നവരാണ്, ഫ്ലാറ്റ് മാറിപ്പോകും. കഴിഞ്ഞ ദിവസം MLA വന്നപ്പോൾ ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞത് ബഡ്ജറ്റിൽ വെറും ഒരു ടോക്കണാണ് ഇതിനു വേണ്ടി വെച്ചത്. വെറും ഒരു ടോക്കണാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജലജീവൻ ഒരു കാര്യം പറഞ്ഞു സാർ, മണർകാട് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ അകലക്കുന്ന് പഞ്ചായത്ത് ജലജീവൻ പദ്ധതികൾ പൂർത്തിയാക്കാറായി. ഞങ്ങളെ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തടഞ്ഞിട്ടിരിക്കുക. ഞങ്ങൾ അവിടെ ചെന്ന് സമരം നടത്തിയാണ് ഓരോ ഇതിനകത്തൊരു കാര്യം കേൾക്കണം. രജിസ്ട്രേഷൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഞങ്ങളെ എഗ്രിമെന്റ് വെച്ച ആൾക്കാരാണ്. ഫസ്റ്റ് റീച്ച്, സെക്കൻഡ് റീച്ച് വെച്ചവർക്കും രജിസ്ട്രേഷൻ ഇല്ല, തേർഡ് ഇല്ലാർക്ക്, ഫോർത്ത് മുതലാണ് ഇവർ സംസ്ഥാന സർക്കാർ ഈ രജിസ്ട്രേഷൻ വർക്കിന് കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. അവസാനം ഞങ്ങൾ പോയി സമരം ചെയ്തിട്ടാണ് അവസാനം ഞങ്ങൾക്ക് 15 കോടി അനുവദിച്ചു തന്നെ. ഈ 15 കോടി അനുവദിച്ച് ഞങ്ങൾ ഓടി നടന്നു ഒട്ടേറെ സ്ഥലങ്ങളിലെല്ലാം വഴികളെല്ലാം പൂർത്തിയാക്കി. പക്ഷേ ഇന്നും കോൺട്രാക്ടർമാർക്ക് ആ പൈസ കൊടുത്തിട്ടില്ല. അവരതുകൊണ്ട് പണികളെല്ലാം നിർത്തിവെച്ചിരിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഇനി ആർക്കാ ചോദിക്കാമല്ലോ? മൈക്ക് ചോദിച്ചോ. ആരോടാണ്? നമസ്കാരം. ആരോടാണ്? പ്രതിപക്ഷത്തോടാണ്. ഓക്കെ, ചോദിച്ചോ. ഞാൻ ബഹുമാനപ്പെട്ട പത്മനാഭൻ ചേട്ടനോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, ലൈഫ് പദ്ധതി പ്രകാരം നമ്മൾ 4 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മഹാത്മാ കോളനിയിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മഹാത്മാ കോളനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വെള്ളം കയറുന്ന പ്രദേശമാണ്. അവിടെ ഇപ്പോൾ 6 പേർക്കാണ് ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഇപ്പോൾ വീട് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട LDF പ്രതിനിധിയോട് പറയാനായിട്ടുള്ളത്, നമുക്കറിയാം ഒരു 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് കൊണ്ട് ഒരു വീട് പണിയുവാൻ സാധിക്കുമോ? ഈ 4 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ലക്ഷം രൂപ കൊണ്ട് ഒരു വീടിൻ്റെ അടിസ്ഥാനം, ഇപ്പം നമുക്കറിയാം അതിൻ്റെ മെറ്റീരിയൽസിനെല്ലാം അതിൻ്റെ വില ചാർജ് കൂടി ഇതെല്ലാം ആയിരിക്കുന്ന ഈ സ്ഥാനത്താണ് നമുക്ക് 4 ലക്ഷം രൂപ അനുവദിക്കുന്നത്. ഈ 4 ലക്ഷം രൂപ കൊണ്ട് നമുക്കൊരു കോളനിയിൽ ഒരു വീട് പണിയാനായിട്ട് നടക്കുന്ന കാര്യമല്ല. അവിടെ പ്രദേശത്ത് എപ്പോഴും വെള്ളം കയറുന്നത്. അവിടെ പല പ്രാവശ്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയ സമയത്ത് 2 പ്രാവശ്യമാണ് നമ്മുടെ ആ കോളനി സന്ദർശിക്കുകയും അവർക്ക് ഫ്ലാറ്റ് അനുവദിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ അതിന് അവിടെ ഉള്ളവർ വിന്നിങ് അല്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അവിടെ ലൈഫ് പദ്ധതി പ്രകാരം 8 പേർക്ക് വീട് അനുവദിച്ച് അവർ ഇപ്പം 8 പേരും അവിടെ വീട് പണിയുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. പര്യാപ്തമാണ്. അതുകൊണ്ട് LDF പ്രതിനിധിയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്യാവശ്യമായിട്ട് ഇതൊന്ന് ഉന്നയിക്കണം. കാരണം ഈ 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ നമ്മൾ കാലിത്തൊഴുത്ത് പണിയുന്നതിനും ഒക്കെ ലക്ഷങ്ങൾ മുടക്കി കാലിത്തൊഴുത്ത് പണിയുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഈ 4 ലക്ഷം രൂപ എന്നതുകൊണ്ട് ഒന്നും കൂടെ കുറച്ചും കൂടി കൂട്ടി ജനങ്ങൾക്ക് ആവശ്യമായ തുക ഉന്നയിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് അവർക്ക് അവരുടെ ജീവിത അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് എനിക്ക് തരുണത്തിൽ പറയാനായിട്ട്. ആ തുക ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങളുണ്ടോ, പരിഗണനയിലുണ്ടോ? ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ച കാര്യം നമുക്കറിയാം. മഹാത്മാ കോളനിയിൽ അവർക്ക് അവിടെ വീട് വേണ്ട, അത് അവരുടെ നിലപാടാണ്. നമ്മൾ പറഞ്ഞു എത്ര 2 നില വീട് പണിതാലും താഴത്തെ നില വെള്ളം കയറും. ശക്തിയായിട്ട് 2 ദിവസം മഴ പെയ്താൽ വെള്ളം കയറും. അവരുടെ ആവശ്യം അവിടുന്ന് മാറ്റി സ്ഥലം എടുത്ത് അവർക്ക് വീട് പണിത് കൊടുക്കുക.
അപ്പോൾ നമ്മളെല്ലാം ഇവിടുത്തെ UDF ഭരണസമിതി ആകെ ആക്ഷേപിച്ചതാണ് നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൽ അവിടുത്തെ കോളനി നിവാസികളായ ആളുകൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അത് പരിഗണിച്ച് അവരെ വേറെ സ്ഥലം കണ്ടെത്തുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 4 ലക്ഷം രൂപ മതിയാകുകയില്ലാന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് അതിദാരിദ്ര്യ വിമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് 6 ലക്ഷം രൂപ വീട് പണിയാൻ കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നവംബർ 1 അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി, ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു വിയോജിപ്പും ഞങ്ങൾക്കില്ല. അതെല്ലാം വരും. വീണ്ടും ഒരു മൂന്നാമതൊരു തുടർഭരണം വന്നാൽ ഈ 4 എന്നുള്ളത് വർദ്ധിപ്പിക്കും എന്നുള്ള യാതൊരു സംശയം ആർക്കും വേണ്ട. രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ, പിന്നെയുള്ള നമ്മുടെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജലജീവൻ മിഷൻ്റെ ഫണ്ടിനെ സംബന്ധിച്ച് നമ്മുടെ BJP മെമ്പർ പറഞ്ഞല്ലോ, 45% കേന്ദ്രമാണ്, 30% സംസ്ഥാനം, 15% തദ്ദേശ സ്വയംഭരണം, 10% ഉപഭോക്തൃ വിഹിതം, അങ്ങനെയാണ് 100%. ഈ 100-ൽ 30% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ജോസൊക്കെ ഉൾപ്പെടെ സൂചിപ്പിച്ചല്ലോ, ഈ 30% എത്രത്തോളം കൊടുത്തിട്ടുണ്ട്? അത് എത്രത്തോളം കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? 30% അടയ്ക്കാത്തതുകൊണ്ട് കേന്ദ്രം ഇങ്ങോട്ട് തരാത്തത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. 30% ഇവിടെ അടയ്ക്കുന്നില്ല, ഇവിടെ അടയ്ക്കാൻ പൈസ ഇല്ല, അതുകൊണ്ടാണ് കേന്ദ്രം അനുവദിക്കാത്തത്. ഇവിടെ അടച്ചെങ്കിലേ അവർ തരുള്ളൂ. അല്ലെന്ന് അവരല്ല ഏറ്റവും കൂടുതൽ 45%. പഞ്ചായത്ത് 15 കൊടുക്കണം. പറയട്ടെ, ഞാൻ പറയട്ടെ, അത് പറയട്ടെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇറിഗേഷൻ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ റോഡ് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി അവിടെ യാത്ര ചെയ്യാൻ മേലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞപ്പം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ബഹുമാനപ്പെട്ട മോനിമോള വാർഡ് തന്നെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ പൈസ മുടക്കി അവിടെ കോൺക്രീറ്റ് ചെയ്തു. നമ്മുടെ ഇല്ലിമൂലം മെത്രാഞ്ചേരി റോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിച്ച് കിടക്കുകയായിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ പൈസ അനുവദിപ്പിച്ചിട്ടാണ് അവിടെ റോഡ് ടാർ ചെയ്യിപ്പിച്ചത്. ഈ ഗവൺമെൻറ് ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പം ഈ ആദ്യത്തെ ജോസഫ് സൂചിപ്പിച്ചത്, ആദ്യം നമ്മൾ റോഡ് വെട്ടിപ്പൊളിക്കാൻ തീരുമാനിക്കുമ്പോൾ MOU ഒപ്പിടണമായിരുന്നു. 89 ലക്ഷം രൂപ ഫണ്ടിൽ വെച്ചാണ് ഈ പഞ്ചായത്ത് റോഡുകളെ ഒപ്പിട്ടു. ഈ ഞാൻ പറഞ്ഞില്ല, ആദ്യം പൊട്ടിപ്പൊളിച്ച സമയത്ത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടില്ലായിരുന്നു പഞ്ചായത്ത്. അതുകൊണ്ടാണ് റോഡ് നന്നാക്കാഞ്ഞത്. തൊട്ടടുത്തത് അയൽ പഞ്ചായത്തൊക്കെ നന്നാക്കി. ഒരു ചോദ്യം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും, കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here,
every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ചേച്ചിയുടെ ചോദ്യം എന്താണ്? ആരോടാണ്? എനിക്ക് ചോദിക്കാൻ പ്രത്യേകിച്ച് ആൾക്ക് വരുന്നില്ല. ഇവിടെ നടത്തിയ സംവാദത്തിൽ നിന്ന് കേട്ടതിന് മറുപടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ മെമ്പർ അയർക്കുന്ന ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പറും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വലിയ സംസാര വിഷയത്തിൽ കൊണ്ടുവന്ന MCF ഇരിക്കുന്ന എന്റെ വാർഡിലാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞതെല്ലാം സത്യവിരുദ്ധമാണ്. ഈ MCF കൊണ്ടുവന്ന പല വാർഡുകളിലും MCFന്റെ സ്ഥലം കാണാൻ പോയി. ഒരു വാർഡിലും അനുവദിച്ചില്ലെന്ന് മാത്രമല്ല പലയിടത്തും പല പ്രശ്നങ്ങളുണ്ടായി പോരുകയായിരുന്നു. അവസാനം സത്യം പറഞ്ഞാൽ ഇവിടെ ടെൻഡർ ഇട്ടു ഇത് MCFന്റെ സ്ഥലം ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ. അങ്ങനെ എൻ്റെ വാർഡിലൊരു പാവപ്പെട്ട മനുഷ്യൻ അവരുടെ പെണ്ണിൻ്റെ കല്യാണം ധൃതി വെച്ച് പൈസ ഇല്ലാതെ നിൽക്കുന്ന അവസരത്തിൽ അവർ ടെൻഡർ കൊടുത്തു. അല്ല, അവരത് ഏറ്റു. ആലിച്ചൻ എന്ന് പറയുന്ന ഈ മോനിമൾക്കൊക്കെ അറിയാം, ഒരു ബ്രോക്കറുണ്ട്. അവർ വന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഏർപ്പാടുകൾ നടത്തുന്നത്. ജസ്റ്റ് അവർ ഇവിടുന്ന് എല്ലാം 4-5 മെമ്പർമാർ ഞങ്ങൾ ഒന്നിച്ചു പോകുമ്പോഴാണ് ആദ്യമേ ആ സ്ഥലം കൂടെ ഞാൻ കാണുന്നത്. അപ്പോൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളാണ് മുഴുവൻ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. പറയട്ടെ, മെമ്പറാണ്. ഞാൻ പറയുന്ന ഞാൻ പറയുന്ന സത്യാവസ്ഥ മനസ്സിലാക്കിട്ടോ കേട്ടാ മതി. അല്ലെങ്കിൽ മറുപടി നിങ്ങളിവിടെ സംസാരിച്ചു. അവിടെ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു. അവിടെ കൊടിയും പടയും കെട്ടി അവിടെ ഫ്ലെക്സുകൾ അടിച്ചത് LDF ആണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞ അതിന്റെ സത്യസന്ധമായ കാര്യം എനിക്കറിയാം. ഭരണസമിതി പറയും, അത് ഞാൻ പറയാം. അവിടെ കൂടിയ സത്യം പറഞ്ഞാൽ 9ാം വാർഡ് മെമ്പറും അവരുടെ ഭർത്താവും അവിടെ കൂടിയ ചില ആൾക്കാർ, അതിൻ്റെ അകത്ത് എല്ലാ കക്ഷിക്കാരും ഉണ്ട്. അവരെയും കൂട്ടി 10ാം വാർഡിൽ വന്ന്, കാരണം 9ാം വാർഡിൽ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണിത്. സത്യത്തിൽ ഈ വാർഡ് നടത്തുന്നതിനെ കഴിഞ്ഞു ഏറ്റവും ബെറ്റർ അവിടെയായിരുന്നു. നല്ല വഴി ഓരം, നല്ല എല്ലാ സൗകര്യം, വെള്ളം കിട്ടാനുള്ള എല്ലാ വസതികളുള്ളൊരു സ്ഥലം. പക്ഷേ അവിടെ എന്തോ സാങ്കേതികമായോ ഭൗതികമായോ മാനുഷികമായോ എന്ത് പരിഗണന എന്ത് തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പാവപ്പെട്ട മനുഷ്യന് ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു. ആ ലോൺ അടയ്ക്കേണ്ടിയിട്ടാണ് അയാൾ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വന്നപ്പം ചില ക്ഷുദ്രശക്തികൾ, അതായത് നമുക്കറിയാലോ ആളാരെന്ന് എനിക്ക് ആ ക്ഷുദ്രശക്തികൾ ചേർന്ന് അത് കൊടുപ്പിക്കാൻ അനുവദിക്കാതെ അത് മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞാണ് നമ്മുടെ വാർഡിൽ ഈ ഇടപാടും കൊണ്ട് വരുന്നത്. അത് നടത്തിയപ്പോൾ ആൾക്കാർ അവിടെ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാക്കിയപ്പോഴപ്പോൾ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് 9ാം വാർഡിലെ മെമ്പറുടെ ഭർത്താവ്, അവരുടെ കൂട്ടാളികൾ, എല്ലാ അവിടെ LDFന്റെ മെമ്പറാണ്. പക്ഷേ കാര്യം പറയാതെ കേക്ക്, അതിന്റെ കൂടെ അവൻ ഒരുത്തനല്ല വന്നേ. എല്ലാ രാഷ്ട്രീയക്കാരനും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ കൂടി മെമ്പർ ഉണ്ടായിരുന്നോ? മെമ്പർ ഈ ചുമ്മാ കൂവുന്ന രീതിയാണ് നിങ്ങൾക്കുള്ള. മെമ്പർ ഉണ്ടായിരുന്നോ? മെമ്പർ ഇല്ലായിരുന്നു. ഭർത്താവ് അവരുടെ ഫ്രണ്ട്സ്, അത് മെമ്പർ ഇല്ല.
ഇല്ലായിരുന്നു മെമ്പർ ഇല്ലായിരുന്നു നിങ്ങളുടെ കേസി മത്തായിയോട് ചോദിച്ചു നോക്ക് മെമ്പർ ഉണ്ടായിരുന്നോന്ന് ആവശ്യമില്ലാത്ത ഇല്ലാത്തതിനൊക്കെ വീഡിയോ ഉണ്ടാക്കുന്നവരാ കേക്ക്. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇവരെന്നാ എടുത്തു എനിക്കിട്ട് ചെയ്യാൻ വേണ്ടി പന്തംകൊളുത്തി പ്രകടനം വരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷെ അവിടെയുള്ള നല്ലവരായ ചില ആൾക്കാരെ അവരെന്നോട് പറഞ്ഞു മെമ്പറെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്, എന്താണ് എന്നോട് ഇവരാരും പറയാതെയാണ് ഈ സംഭവം എല്ലാം നടത്തിയത്. ഞാൻ വാട്സപ്പിൽ നല്ല മെസ്സേജ് കൊടുത്തു, ഇതിൻ്റെ സംഭവം എന്താണ്, MCF എന്താണ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ്. സത്യം പറഞ്ഞാൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ മെമ്പർ തന്നെ പുതിയ ആളാണ്, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള സംഭവങ്ങൾ മനസ്സിലായില്ല, അതിനെ വിവരിക്കാൻ പറ്റിയില്ല, അതാണ് പറ്റിയത്. ഞാൻ എല്ലാ സംഭവങ്ങളും 1.5 പേജ് അടങ്ങുന്ന സംഭവം വാട്സപ്പിൽ കൊടുത്തു. അവിടെയുള്ള ആൾക്കാരെല്ലാം വായിച്ചിട്ട് സകല ജാതി മതസ്ഥരും സകല രാഷ്ട്രീയക്കാരും പിറ്റേ ദിവസം തൊട്ട് അവിടെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. കാരണം അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു മെമ്പറെ ഒരു തെറ്റുപറ്റി, ഞങ്ങൾക്ക് ഇത് സംഭവം എന്താണെന്ന് അറിഞ്ഞില്ല. മറ്റുള്ളവർക്ക് മെമ്പറോട് ഒരു വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താ? എന്നോട് തുടങ്ങിയല്ല, അവിടെ വെച്ചത് കൊണ്ട് അവർ ചോദിക്കുന്നേ സകല വാർഡിലും തള്ളി ഉപേക്ഷിച്ചിട്ട ആ സംഭവം എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അപ്പം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കൊണ്ട് കൂട്ടിയിട്ട് ചീഞ്ഞളിഞ്ഞത് ഒഴുകി ഇവിടെ പ്രദേശവാസികൾക്ക് ദോഷം ചെയ്തു. കാരണം താഴെ കോളനി പോലെയുള്ള വീടുകളുണ്ട്, അതുണ്ടാവും, അതാണ് അവിടെ ഉണ്ടായ പ്രശ്നം. പക്ഷെങ്കിൽ അവിടെ പ്രശ്നം രൂക്ഷമായപ്പോൾ ഈ പപ്പനാവൻ സാർ ഉൾപ്പെടെ പാർട്ടിയുടെ പല ലീഡേഴ്സോടെ ബന്ധപ്പെട്ട് അവിടെയുള്ള ആൾക്കാരെ ഒതുക്കിയത് കൊണ്ടാണ് ഇവിടെ അവിടെ അന്ന് ബാക്കി പണി ചെയ്യാൻ ഈ വാർഡ് മെമ്പറുടെ ഭർത്താവിനെ സഹിതം ഓടിച്ചു. എന്തോ ഈ വാർഡ് മെമ്പറുടെ ഭർത്താവിനെ സഹിതം ഓടിച്ചു. വാർഡ് മെമ്പറുടെ ഭർത്താവാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എല്ലാരും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി. കാരണം LDF ആണ് അവിടെ ഇടപെട്ടത്. അവിടെ ഇടപെട്ട് ഇത് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് നടത്തിയില്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ആൾക്കാരെ മറിഞ്ഞ് മനസ്സിലാക്കിയാണ് പോയതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരോ ചെയ്തില്ല. പിന്നെയുണ്ട് അതിനെ പറ്റി പറയാൻ. പിന്നെ നമുക്ക് സമയത്തിന്റെ പര്യാപ്തത പറയാനുള്ള കാര്യം പറയണം. പിന്നെ നിങ്ങളൊരു അഴിമതിയെ പറ്റി പറഞ്ഞു. ആ MCFന്റെ അഴിമതി ആദ്യമേ ഇവിടെ ഉന്നയിച്ചത് ഇവിടുത്തെ പ്രസിഡന്റും ഇവിടുത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ്. ഇവിടെ ഒരു കമ്മിറ്റിക്ക് MCFന്റെ അഴിമതി അല്ല, MCFന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അഴിമതി ഇവിടെ പറഞ്ഞുണ്ടാക്കിയത് ഇവർ രണ്ടുപേരും. അത് ഇവിടെ പറഞ്ഞത് പ്രതിപക്ഷമാണ്, LDF ആണ് പറഞ്ഞത്. വിജിലൻസ് അന്വേഷണം വന്നെന്ന് പ്രതിപക്ഷം ഇവരാണ് ഇവിടെ പറഞ്ഞുണ്ടാക്കി നേരത്തേത്. അതുകൊണ്ടാണ് ഈ വിഷയം വന്നത്. എന്റെ പേര് മാത്രമല്ല, ഒരു വിഷയമായിട്ട് ബന്ധപ്പെടാത്ത മോനിമോളെ എന്നെ കൂടെ ചേർത്ത് പറഞ്ഞു. മോനിമോൾ ഇതിന്റെ അയലൊക്കത്തുള്ള ആളല്ല, 12ാം വാർഡിൽ താമസിക്കുന്ന ആളാ. ഞങ്ങൾക്ക് കൈക്കൂലി കിട്ടിയതാണ്, ഞങ്ങൾ വാങ്ങിയതാണ്, ഇവരോട് പറഞ്ഞുണ്ടാക്കി. ഈ വിഷയം എല്ലാ സ്ഥലത്തും അറിഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് മാനുഷികമായ ഒരു പരിഗണനയുണ്ട്, ഇതിനെ അന്വേഷിക്കണമെന്ന്. ഭരണപക്ഷം ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇടപെടട്ടെ. ഭരണപക്ഷം പറയുന്നത് സ്ഥലം മേടിച്ചതിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട് അത് വരണം, വന്നേ പറ്റൂ, എനിക്ക് എന്റെ ആവശ്യമാണത്. അത് വരണം. പിന്നെ എന്താ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ അറിയണ്ടേ? മറ്റു കാര്യങ്ങൾ വികസനത്തെ പറ്റി ഞാൻ പറഞ്ഞു, MCF പറഞ്ഞു. പിന്നെ ജലജീവൻ പദ്ധതി അമ്പയെ അത് പരാജയം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്റെ വാർഡിൽ ഒരു വീട്ടിൽ പോലും ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം പോലും ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആരാ? സംസ്ഥാന ഗവൺമെന്റ്. ഈ പദ്ധതി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരോടും കൂടിയാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കും. ഞങ്ങൾ സമരം ചെയ്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പറഞ്ഞില്ലേ, ഞങ്ങൾ വാട്ടർ അതോറിറ്റി പോയി ഞങ്ങൾ സമരം ചെയ്തു, സത്യം കൊണ്ടുവന്നു. സത്യം പറഞ്ഞ എന്റെ വാർഡിലൊന്നും ആ സമയത്ത് ഒരു പൂർത്തീകരണം നടന്നിട്ടില്ല. ഇവരുടെയൊക്കെ വാർഡിലെല്ലാം പൂർത്തീകരണം നടന്നു. പദ്ധതി നല്ലതാണോ അല്ലയോ? ശരിക്കും വന്നാൽ നല്ലതാ, ശരിക്കും വരണം. 100% വന്നാൽ പദ്ധതി 100% നല്ലതാണ്. പിന്നെ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ വാർഡിൽ 100, അതായത് 12 വീട് പണി പൂർത്തിയായി. മനസ്സിലായോ? 12 പണി പൂർത്തിയായി. അങ്ങനെ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും വിജയകരമാണ് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനം. ഞങ്ങൾ കയറിയിട്ട് ഇതുവരെ പുതിയ ഒരാൾക്ക് ഒരു ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുക്കാണ്ട് ഇതുവരെ സൈറ്റ് വന്നില്ല. 5 വർഷം തികയാണ്. ഇതുവരെ ഓർത്തോണം, ഈ സർക്കാരിന്റെ നേട്ടം എന്നൊക്കെ പറഞ്ഞത് എന്നതാ? ലൈഫ് പദ്ധതി പുതുതായിട്ട് വന്ന ഒരു ആൾക്കാർക്ക്, ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഭവനരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഇതുവരെ ആ സൈറ്റ് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? 5 വർഷമായിട്ട് അത്രയും ആൾക്കാർ പുറത്ത് നിൽക്കുക. നിലവിലുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ കിടക്കുക ഇവിടെ 100-150 പേരോളം കിടക്കുക. അവരുടെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അവന് 255 വീട് നടന്നു. പക്ഷേ ഈ സർക്കാർ ഫണ്ട് തരണ്ടേ? സർക്കാർ ഫണ്ട് തരണ്ടേ? 1 ലക്ഷം രൂപ മാത്രമാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഓർക്കണം. ബാക്കി 3 ലക്ഷം രൂപ പഞ്ചായത്തിന് ഫണ്ടാ വെക്കുന്നത്. ശരി. ചോദ്യം ആരോടാണ് ചോദിക്കാൻ? ചോദ്യം ആരോടെന്നുള്ളതല്ല, നമ്മുടെ ഇവിടെ പറഞ്ഞ പല വിഷയങ്ങളെ കുറിച്ചും വളരെ വേഗമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരം വന്നു. എന്താണ് അതേക്കുറിച്ച് പറയാനാണ്. ആദ്യമായ ജൽജീവന്റെ പദ്ധതി തന്നെ. ഈ ജൽജീവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാർ നടപ്പാക്കുന്ന ഒരു സംഭവമാണ്. അത് നടപ്പാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയാണ്.
അവർ ഇതിന് ഫണ്ട് കൊടുക്കുകയോ ഇതിന് പ്രോജക്റ്റ് തയ്യാറാക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ പ്രോജക്റ്റിൽ വന്നിരിക്കുന്ന പരാജയമാണ് നമ്മുടെ ഈ പ്രവർത്തനം ഇങ്ങനെയായിപ്പോയത്. കാരണം ഞങ്ങളുടെ ഫണ്ട് വെച്ച് ഞങ്ങൾ നന്നാക്കിയ വഴി പോലും ആ മാസം തന്നെ അതിനുശേഷം വെട്ടിപ്പൊളിച്ച് അതിലൂടെ തന്നെ അവർ വീണ്ടും ഇതുണ്ടാക്കിയ സമയത്ത് റിസ്റ്റോർ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളോട് പറയുന്നത്. പക്ഷേ അതിന് ഫണ്ട് വെച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾക്കറിയത്തില്ല. അപ്പം ഞങ്ങൾ സമ്മതിച്ചു, ഓക്കെ വെട്ടി അവർ ഇത് കൊണ്ടായി കഴിഞ്ഞു, തിരിച്ചതിന് ഫണ്ട് കൊടുത്തില്ല. ഇപ്പോഴും നമുക്ക് കാണാം ഇവർക്ക് ഫണ്ട് കിട്ടാഞ്ഞത് കാരണം ആ പിന്നെ കോൺട്രാക്ടർമാർ ഒരു റോഡ് എടുത്തതിന് ശേഷം അങ്ങേയറ്റവും ഇങ്ങേയറ്റവും നടുഭാഗം ഇപ്പോഴും കിടക്കുന്നു, ഒന്നും ചെയ്യാതെ. ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് തന്നെ അതിന് ആരെ ഏൽപ്പിച്ചോ അവരുടെയാണ് ചുമതല. രണ്ടാമത് ഈ ജലജീവൻ്റെ ഇതിനെടുത്ത് ഈ പദ്ധതിക്ക് കൊടുത്ത കാര്യത്തിനകത്ത് ഈ പൈസ ചിലവാക്കാനായിട്ട് വന്നത് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സത്യം കൂടി ജനങ്ങൾ അറിയണ്ടേ. അതായത് ആദ്യമായിട്ട് തന്നെ ഇവർ കുറേ പൈപ്പ് അങ്ങ് വാങ്ങിച്ചു. കാരണം അതിനാണ് കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ അതൊരു വൻതോതിൽ അവർക്ക് കിട്ടിയ പൈസയിൽ വൻതോതിൽ ആ പൈസയിൽ വാങ്ങി പൈപ്പ് വാങ്ങിച്ച് എല്ലായിടത്തും കുഴിച്ചിട്ടു. പക്ഷേ വെള്ളം എവിടെ? ഇതിൻ്റെ ബാക്കിയുള്ള കണക്ഷൻ എവിടെ? ഇപ്പം എൻ്റെ വാർഡിലേക്ക് ഇതിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിടത്തും വെള്ളം കിട്ടിയിട്ടില്ല. കാരണം ഇതിന് ടാങ്കില്ല, ഇതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ പുതിയതായിട്ടുള്ള കുളമില്ല, ജലമോ അതിനുള്ള സംവിധാനങ്ങളോ ഇല്ലാതെ തന്നെ പൈപ്പ് സ്ഥാപിച്ചു. അപ്പം കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം നടന്നു. അതുകൊണ്ട് ഈ സംഭവം പ്രവർത്തിക്കുന്നില്ല. അതുപോലെ അതൊരു എന്താ പറയുക കെടുകാര്യസ്ഥതയാണ് ഈ പ്രശ്നം എല്ലാം കാരണമെന്നാണ് പറയുന്നത്. ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം അതോടുകൂടി തന്നെ പിന്നെ വന്നിരിക്കുന്ന ഈ പിന്നെ നിലാവ് എന്ന പദ്ധതി നടപ്പാക്കണമെന്ന് സർക്കാർ പറഞ്ഞു. ഞങ്ങളുടെ പിന്നെ പഞ്ചായത്തും അത് അംഗീകരിച്ചു, ഏറ്റെടുത്തു. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന വെച്ചാൽ സാധാരണ ഉണ്ടാകുന്ന നമുക്ക് പറഞ്ഞാൽ നോർമൽ ബൾബാണ്, അത് നമുക്ക് പെട്ടെന്ന് റിപ്ലേസ് ചെയ്യാൻ പറ്റും അത് പോയി കഴിഞ്ഞവർക്ക്. ഇത് തന്നിരിക്കുന്നത് ഏതോ ഒരു കമ്പനിക്ക്, ഒന്ന് രണ്ട് കമ്പനികൾക്ക് അവർ കോൺട്രാക്ട് കൊടുത്തു. ഈ ഒരു യൂണിറ്റ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക ഫിറ്റിങ്സ് വേണം. ഈ ഒരു സംവിധാനം അതിലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരാളങ്ങോട്ട് കയറണമെങ്കിൽ 80 രൂപ, ഇറങ്ങണമെങ്കിൽ 80 രൂപ. ഇത് അവിടുന്ന് എവിടെയും കേടായെങ്കിൽ അത് അഴിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക. ഇത് റിപ്പയർ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി പോകും, അത് കഴിഞ്ഞാൽ തിരിച്ചു വരണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എൻ്റെ വാർഡിൽ നിന്ന് 20 ബൾബ് ഊരിക്കൊണ്ട് പോയാൽ 6 മാസം 7 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ അവിടെ ബൾബില്ല. പകരം ഇടാൻ ബൾബിന് സംവിധാനം ഇല്ല. ആരുടെ കുഴപ്പം? ഒരു പ്രവർത്തനത്തിന്റെ ഏകോപനം കുറവാണ് ഇതിന് കാരണം. നടപ്പാക്കിയതിനകത്തുള്ള അപാകത, അതായത് ഒന്നും ചിന്തിക്കാതെ തന്നെ ചെയ്ത് നടപ്പിന്. ഞാൻ ആരോപിക്കുന്നത് അതും കമ്മീഷൻ തന്നെ. അല്ലെങ്കിൽ അത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബൾബ് എപ്പോഴും മാറിയിടാമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞില്ലേ, നിങ്ങളുടെ പിന്നെ ഞങ്ങളുടെ കെടുകാര്യസ്ഥ ഈ ഓഫീസിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടുത്തെ എത്ര സെക്രട്ടറി മാറി എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കണം. എത്ര സെക്രട്ടറിമാർ ഇവിടെ മാറി വന്നു മാറ്റുന്നതാണ്. ഇവർ പറഞ്ഞില്ലേ 3 വർഷത്തിൽ ഒരിക്കലെന്ന് പറഞ്ഞില്ലേ, പക്ഷേ എത്ര സെക്രട്ടറിമാർ ഇവിടെ മാറി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഭരണം നടക്കണമെങ്കിൽ ഒരു ഏകോപനം വേണം. ചേച്ചി ആരോടാണ് ചോദിക്കാനുള്ളത്? എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. പൂർത്തീകരണമായിട്ട് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് MCFന് സ്ഥലം മേടിച്ചത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഓരോ വാർഡുകളിലും ആളുകളെ എതിർത്തതിന്റെ കാരണം MCF എന്താണെന്നോ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതോ ഉള്ള അറിവ് കുറവ് കൊണ്ടാണ്. ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ വിധി ഉണ്ടായി. അപ്പോൾ ആർക്കും എതിർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് 10-ാം വാർഡിൽ അത് മേടിച്ച് അത് സ്ഥാപിക്കാനായിട്ട് സാധിച്ചത്. കാരണം ആരെങ്കിലും എതിർത്താൽ അവർക്ക് കുറ്റം ഉണ്ടാവും, അല്ലാതെ ആരുടെയും CPMന്റെ പിന്തുണ കൊണ്ടാണ് അവിടെ അത് സ്ഥാപിക്കാൻ പറ്റിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അതിന്റെ കൈക്കൂലി മേടിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 രൂപയുടെ പോലും അഴിമതി നടന്നിട്ടില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട്. കാരണം ആർക്കെങ്കിലും കൈക്കൂലി മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏത് വിജിലൻസ് അന്വേഷിച്ചാലും അതിൽ ഒന്നും പേടിക്കാനില്ല, അവിടെ യാതൊരു അഴിമതിയും നടന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഭവന നിർമ്മാണത്തിൻ്റെത് ഇവിടെ ഒരാൾ മെമ്പർ പറഞ്ഞായിരുന്നു 4 ലക്ഷമാണ് സർക്കാർ കൊടുക്കുന്നത്, അതിൽ വെറും 1 ലക്ഷമാണ് സർക്കാർ കൊടുക്കുന്നത്, ബാക്കി പഞ്ചായത്തുകളുടെ വിഹിതമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് സർക്കാർ 4 ലക്ഷം കൊടുക്കുന്നു എന്ന് പറയുന്നത് യാതൊരു യാഥാർത്ഥ്യവുമില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, 100% ഫണ്ട് വിനിയോഗിച്ചില്ലെങ്കിൽ സർക്കാർ ഫണ്ട് കൊടുക്കും, ഫണ്ട് കുറയ്ക്കും. കാരണം ഈ ഒരു പഞ്ചായത്തിന് 7 കോടിയാണ് ഒരു വർഷം കിട്ടുന്നതെങ്കിൽ ആ ജനങ്ങൾ അവരുടെ കെട്ടിട നികുതി 90% കൂടുതൽ ആ മാർച്ച് 31-നുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ആ പഞ്ചായത്തിന്റെ വിഹിതം 5% കുറയ്ക്കും. അതായത് 7 കോടി കിട്ടുന്ന ഒരു പഞ്ചായത്തിന് ഒരു വർഷം 35 ലക്ഷമാണ് കുറയുന്നത്. അടുത്ത ഒരു വർഷം 90% ആക്കിയാലും ഈ നഷ്ടപ്പെട്ട 35 ഇവിടെ അതെല്ലാം ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടോ? അത് പെർമനന്റ് ആയിട്ട് ആ 35 ലക്ഷം കുറയുകയാണ് ചെയ്യുന്നത്. അതൊരു അഴിമതിയാണ്. പണ്ട് കാലത്ത് പഞ്ചായത്തുകൾക്ക് തുക അനുവദിച്ചാൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫണ്ടിന് ഒരു പ്രോജക്റ്റിന് 1 ലക്ഷം ഫണ്ട് വെച്ചാൽ 18%
സർക്കാരിന് ടാക്സ് അടയ്ക്കണം. അത് കേന്ദ്ര സർക്കാരിന് 9%, സംസ്ഥാന സർക്കാരിന് 9%. അപ്പൊ ഈ 18,000 രൂപ ടാക്സ് പോയിട്ട് 82,000 രൂപയ്ക്കുള്ള പണിയെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ചിലരൊക്കെ തെറ്റിദ്ധരിക്കും ഈ രൂപ എല്ലാം ആരെങ്കിലും എടുക്കുന്നതെന്ന്. ഇവിടെ ഇപ്പോഴുള്ള ഒരു ഉദ്യോഗസ്ഥരും എന്തെങ്കിലും അഴിമതി ചെയ്യുന്നതായിട്ട് എനിക്ക് ചേച്ചിയുടെ അഭിപ്രായ പ്രകാരം ഈ അയർക്കുന്നം പഞ്ചായത്തില് യാതൊരു പ്രശ്നങ്ങളുമില്ല, അഴിമതി ആരോപണങ്ങൾ ഒന്നും നടന്നിട്ടില്ല. അഴിമതി എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു നമ്മൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത 5 വർഷം ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് LDF പ്രതിനിധിയോടാണ്. LDF അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിലേറിയാൽ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ? ഏറ്റവും പ്രധാനമായി കാര്യക്ഷമമായ ഒരു ഓഫീസ് പ്രവർത്തിക്കും. ഇപ്പം തന്നെ മിക്കവാറും ആളുകൾക്ക് പഞ്ചായത്ത് ഓഫീസ് വരാതെ തന്നെ കാര്യം സാധിക്കാവുന്ന രീതിയിൽ ഗവൺമെൻറ് കേസ് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട്. വില്ലേജിലോ പഞ്ചായത്തിലോ ഒന്നും പോകേണ്ടതില്ല, വരേണ്ട അല്ല ഞാൻ പറഞ്ഞേ വരേണ്ടതില്ല. ഏതെങ്കിലും കാരണവശാൽ പഞ്ചായത്തിൽ വന്ന് സെക്കൻഡുകൾക്കകം വീട്ടിൽ പോകത്തക്ക രീതിയിലുള്ള സംവിധാനം പഞ്ചായത്ത് ഓഫീസിന് ഉള്ളിലാകും. രണ്ടാമത്തെ കാര്യം നമ്മുടെ പൊതു ശ്മശാനം പ്രവർത്തനക്ഷമമല്ല. അത് അതിൻ്റെ ഒരു സ്ലാബ് പോലും എടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ JCB ഉണ്ടെങ്കിൽ പൊക്കി മാറ്റാൻ പറ്റാത്തുള്ള രീതിയിലാണ് അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. അത് കാര്യക്ഷമമായി നല്ല രീതിയിൽ ഇലക്ട്രിക് ശ്മശാനം രൂപീകരിക്കും. പൊതു കളിസ്ഥലം ഉണ്ടാവും. വനിതകൾക്ക് പ്രത്യേക ഫിറ്റ്നസ് സെൻ്റർ ഉണ്ടാവും. ബൈപ്പാസ് റോഡിൻ്റെ ആവശ്യമായ ഫണ്ട് തരാൻ വേണ്ടി ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തും. ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി സമീപ പഞ്ചായത്തുകളിൽ എണ്ണം പൊതുവേ അയർക്കുന്ന പഞ്ചായത്ത് കുറവാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് ആയതുകൊണ്ടാണ് അവിടെ 25 വീട് വന്നെന്ന് പറഞ്ഞത്. ശരിയാ, പക്ഷേ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർഡിൽ 10 വീടേ വരുന്നുള്ളൂ അയർക്കുന്നത്. അല്ല 12 വീട്, ഞാൻ പറഞ്ഞു 12 വീട്, ആ 255 വീടാണ് ഇവിടെ വന്ന് നടക്കുന്നത്. അപ്പോൾ 12 സ്ഥാനത്ത് 25 വന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് ആയതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ സ്ഥലം എടുത്ത് കാണാറിയാം. ആയിക്കോട്ടെ, അല്ലെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ആളുകൾ ആവശ്യമുള്ളവരുണ്ട്, വീട് ആവശ്യമുള്ളവരുണ്ട്. ഇപ്പം ഞാൻ അതിദാരിദ്ര്യമുള്ളവരാണ് 15 താഴെയുള്ള ആളുകളെ ഇവിടെ ഈ പഞ്ചായത്തിലുള്ളൂ. അതെല്ലാം മാറ്റാൻ വേണ്ടി ചെയ്യുക. പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അല്ല ഗവൺമെന്റ് നേരിട്ട് ഇവിടെ പഞ്ചായത്തിൽ കൊണ്ട് ഫണ്ട് കൊടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യത്തില്ല. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് ഈ 5 വർഷക്കാലം ഭരണം കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്നത്? കാര്യക്ഷമമായ പഞ്ചായത്ത് വികസനങ്ങൾ ഏറ്റവും നമ്പർ 1 ആയിട്ട് മാറത്തക്ക രീതിയിലായിരിക്കുന്ന പഞ്ചായത്തിനെ മാറ്റും എന്ന് തന്നെയാണ് LDFന്റെ. UDF പ്രതിനിധിയോടാണ് ചോദ്യം. അടുത്ത 5 വർഷം തുടർ ഭരണത്തിലേക്ക് വന്നാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഞങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം പൂർത്തീകരിക്കും. പ്രത്യേകിച്ച് നീന്തൽക്കുളം, അതോടൊപ്പം തന്നെ തളിസ്ഥലത്തിന് ഞങ്ങൾ പല സ്ഥലങ്ങൾ പോയി നോക്കിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് മഹാത്മാഗാന്ധി കോളനിയിലെ ആൾക്കാരെ വേറെ സ്ഥലം മേടിച്ച് അവരെ പുനരുജ്ജീവിക്കാനുള്ള ഒരു പദ്ധതി MLA നേതൃത്വത്തിൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇതായിട്ടുള്ളത്. BJPയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയായിരിക്കും BJPയുടെ മുന്നേറ്റത്തിലൂടെ ഈ പഞ്ചായത്തിൽ ഭരണസമിതിയോടൊപ്പം ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തിയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിലോ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ കാര്യക്ഷമമായ ഒരു പഞ്ചായത്ത് ഭരണം നമ്മൾ BJPയുടെ പ്രതിനിധി നിലയിൽ ഞാൻ വാക്ക് തരികയാണ്. BJPക്ക് ഇവിടെ അധികാരം കിട്ടിയാൽ ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര ഫണ്ടുകൾ എത്തുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. ഈ ജലജീവൻ പദ്ധതി പോലെ തന്നെ. അപ്പം നമുക്കൊരു ഭരണം കിട്ടിയാൽ അതിൻ്റെ 100% പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും, നടപ്പാക്കുകയും ചെയ്യും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന ആലപ്പാട്ട് ഗോൾഡ് പോരാട്ടം 2025 പ്രത്യേക സംവാദ പരിപാടി അയർക്കുന്നം പഞ്ചായത്തിലെ സംവാദം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്ത പഞ്ചായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട്ട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട്ട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട്ട് ഗോൾഡിനെ സമീപിക്കാം.
ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.